ആകാശം ആകാശം താഴെ ഇറങ്ങി. ആകാശം മഞ്ഞ് മൂടൽ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റിൽ തുടങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ തീർക്കണ രീതിയിൽ പുതിയൊരു ടോപ്പിക്ക് ഞാൻ നമ്മുടെ ജീൻസും എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള രീതി വന്നതാണ്. എനിക്കിപ്പോൾ ബിസിനസ് ലോ ഉണ്ടല്ലോ, ബിസിനസ് ലോയോ മാത്സോ വെച്ചാൽ ഈക്വേഷനും കുറേ ഫ്രാക്ഷനും അതിൻ്റെ കുറേ സൈൻ കോസ്റ്റീറ്റിയും എന്നിട്ട് പറയുക ട്രിഗോണമെട്രി അതൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ അത് ജോലിക്ക് ഉപയോഗമില്ലെങ്കിൽ ഇപ്പോഴത്തെ യുഗത്തിൽ വരെ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയണേ. നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് അല്ലേ. ഇപ്പം എന്താ നടക്കണേ, പ്രസൻ്റായിട്ട് നടക്കണേ. അല്ലാണ്ട് പണ്ടത്തെ ട്രിഗോണമെട്രിയും സൈൻ കോസ്റ്റീറ്റിയും ഫ്രാക്ഷനും ഈക്വേഷനും എല്ലാ ഒരു തരം ഇതുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചിട്ട് പിന്നെ അതൊരു പുരോഗതി ഇപ്പോൾ പ്രസൻറ്റിൽ തന്നെ കുറിച്ച് നമുക്ക് ഒരു ജോലിക്ക് ഉപയോഗിക്കാൻ പറ്റണല്ലേ, ഒന്ന് മനസ്സിലാവണല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു ടൈം പാസ് പഠിപ്പ് മാത്രമാണ്. ടൈം പാസ് പരീക്ഷയ്ക്ക് വേണ്ടി എന്തോ കാട്ടിക്കൂട്ടി ജയിച്ചു, ആർക്കോ വേണ്ടി ഒന്നും ആയില്ല, ജസ്റ്റ് മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ. പക്ഷെ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റണം, ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു തരം മാജിക് രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയാൻ, ഉപരിതലത്തിൽ ഉപയോഗിക്കാൻ പറ്റണം, എന്നാലേ അത് കാര്യമുള്ളൂ. ഉപരിതലം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. കോഴിക്കോടനെ പറയണേ ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല എന്ന് പറഞ്ഞു, അതൊരു ആഗോള തരത്തിലുള്ള ചേഞ്ചാന്ന് പറഞ്ഞു. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് പോലെയല്ല. അപ്പോൾ അത് ഒരു കാര്യം നമ്മൾ മനസ്സിൽ എന്തെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാണ്ട് അത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ പിന്നത്തേക്ക് ഒരു തരം ഉപരിതലത്തിൽ ഉന്നതത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ ആരാഞ്ഞറിയാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് പഠിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മെറ്റീരിയലിസ്റ്റിക് ജോലി ചെയ്യണം, അതിലൊന്നും ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പുതിയ AI ഡിജിറ്റലും ആനിമേഷനാണെങ്കിൽ അതൊന്നും ആവശ്യമില്ലാത്തവരെ കൊണ്ട് പഠിപ്പിച്ചിട്ട് പരീക്ഷയിൽ തോൽപ്പിച്ചിട്ട് വെറുതെ ഡ്രഗ് അടിച്ച് കൊടുത്ത് നടന്ന് മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ സെൽഫിഷ്നെസ്സിൽ വേണ്ടി തമ്മിൽ കൊല്ലിക്കാനും നടന്നിട്ട് കാര്യമില്ല. തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യക്ക് തമ്മിൽ പ്രേരിപ്പിച്ച് വിപരീതം ചെയ്ത് അറിവില്ലായ്മ നടന്നിട്ട് നാവിന് വളി വിട്ട് അർത്ഥമില്ലാത്ത വിഡിത്തം പറഞ്ഞ് അതല്ല രാജ്യസ്നേഹം എന്ന് പറയുന്നത്, അത് രാജ്യദ്രോഹം തന്നെയാണ്. ഒരു പൂർണ്ണ ഉണർവോടെ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണതിലാണ് അർത്ഥം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞത് എങ്ങനെയാണ് മനസ്സിലാക്കി ചെയ്യുക. ഇപ്പോൾ ഷിപ്പ്, പണ്ടത്തെ വുഡൻ ഷിപ്സ് ഉണ്ടല്ലോ, വുഡൻ ഷിപ്സിന് ഇപ്പോഴത്തെ മെഷീൻ ഷിപ്സ് പോലെയല്ല. എന്നാലും അവർ തോമസൊക്കെ വന്നത് മുസ്ലിമൊന്നുമല്ല, ഇസ്രായേലിൽ നിന്ന് വരുന്നവർ ഇവിടെ മലയാളം പറയുന്ന വരുന്നതും അവിടുത്തെ അരമായിക്ക് ഭാഷ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പം മലയാളത്തിൽ പറയാനായിട്ട് അവർ പറ്റുമ്പോഴും അവർ പ്രത്യേക രീതിയിലുള്ള ഒരു വോയിസ് ഓഫ് ടോൺ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ രീതി കണ്ടില്ലേ, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്ന രീതി കണ്ടിട്ടില്ലേ, അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ടോൺ കൊണ്ടുവരുമ്പോഴാണ് ഓരോരുത്തർ ജനിക്കുന്നത് ജീൻസ് വഴി. അത് ഒരു തന്തേനെ ഉണ്ടാവണമെന്നില്ല, അതൊരു പ്രത്യേക മെഡിറ്ററേനിയൻ ജീൻ ഇവിടെ വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് യുദ്ധം കലഹം ഉണ്ടാക്കാണ്ട് ഒരു സ്പൈസ് ട്രേഡിങ്ങും പീസ്ഫുള്ളായിട്ടുള്ള, ഇസ്രായേൽക്കാർ മെയിനായിട്ട് പീസ്ഫുള്ളായിട്ട് നടക്കുന്നവരാണ്. അവർ തമ്മിൽ അടി കൂടാനും ഡ്രഗ് അടിച്ച് നടന്ന് ഖുറാൻ എഴുതാനൊന്നും പോവില്ല. അവരുടെ ബുക്ക് തന്നെ ഒരു പീസ്ഫുൾ, അതിനാണ് യേശു ഇവിടെ തക്കണത്. അപ്പോൾ തോമസാണ്, മുസ്ലിംസ് ആരും യേശുവിനെ കുറിച്ച് പറയാൻ ഇവിടെ വരില്ലേ. അപ്പോൾ അവരുടെ വോയിസ് ഓഫ് ടോൺ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അവർ ഹിന്ദു മുസ്ലിംസ് പറയണ പോലെയല്ല. ആദിവാസികളോ മണ്ഡശിവനെ ആരാധിച്ച് നടക്കണ ഹിന്ദുസൊന്നും ഇസ്രായേലിൽ നിന്ന് 20 സെഞ്ചുറി മുമ്പ് ഇവിടെ വരില്ലല്ലോ, ഗുഡ് കഴിക്കണവരില്ല. അവരുടെ വോയിസ് ഓഫ് ടോണിനൊരു പ്രത്യേകത ഉണ്ട്. അവർക്ക് വലിയൊരു വോക്കൽ കോഡ് ഇല്ലെങ്കിലും ആഡംസ് ആപ്പിളൊന്നും ഇല്ലെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരമാണ് അവരുടെ. അവർക്ക് മലയാളം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും ഇസ്രായേൽക്കാർക്ക്. അന്ന് ഇംഗ്ലീഷ്കാരൊന്നും ഇല്ലല്ലോ, ഇംഗ്ലീഷൊന്നും വലിയ ഇതിലായിട്ട് വന്നിട്ടില്ല ലാംഗ്വേജ്. ഇസ്രായേൽ ലാംഗ്വേജിന് അരമായിക്കും ഹീബ്രു എന്ന് പറയുന്നത് സെയിം ആണ്, അല്ലാണ്ട് അറബിക് ലാംഗ്വേജിനെ കുറിച്ചല്ല പറയണത്. അപ്പോൾ പൂർണ്ണ ഉണർവോടെ പറയാം. അപ്പോൾ അവർ പണ്ട് വുഡൻ ഷിപ്പിലും കൂടെ വരുമ്പോൾ, ആ വുഡൻ ഷിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബർണാക്കിൾസൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞ് ദ്രവിച്ച് മുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. പക്ഷെ എല്ലാ ഘടനയിലും അവർ ഇപ്പോൾ എയർ ബാലൻസ് ആണെങ്കിലും ആ സെയിൽ എയർ ബാലൻസ്, കോർണേഴ്സിലുള്ള വെയിറ്റ് ബാലൻസ്, ഷിപ്സിൻ്റെ എല്ലാം കൂടി ഘടനയിൽ എത്തി മോളിക്യൂൾസ്, ഒരു വാട്ടർ മോളിക്യൂളാണെങ്കിലും എയർ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ, കറൻറ്റ്,
ഇലക്ട്രിക് കറണ്ട് ആണെങ്കിലും വാട്ടർ കറണ്ട് ആണെങ്കിലും വെയിറ്റിൻ്റെ എല്ലാ കോർണറിലും ഏതൊക്കെ വെയിറ്റ് എവിടെ ആങ്കർ എന്തൊക്കെ ചെയ്യണം, എയർ ബാലൻസ് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് കെമിസ്ട്രി എന്ന് പറയും, രസതന്ത്രം. അതിനനുസരിച്ചിട്ടാണ് സെയിൽ ചെയ്ത് വരുന്നത്. എത്ര മെഷീൻ ഷിപ്പ് ഒന്നുമില്ലല്ലോ ഈസി ആയിട്ട് വരാൻ. മെഷീൻ ഷിപ്പ് വരെ മുങ്ങി പോകും. അപ്പോൾ വുഡൻ ഷിപ്പിൻ്റെ കാര്യം. അപ്പോൾ എല്ലാം മനസ്സിലാക്കി വരണയിലുള്ള ഒരു ഘടനയിൽ വരുന്നതെന്നാണ്. ഉപരിതലത്തിലേക്ക് മനസ്സിലാക്കി വരണം. ഇസ്രായേൽക്കാർക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. എല്ലാം ഉപരിതലത്തിൽ നോക്കാം. അവർക്ക് തമ്മിൽ അടികൂടണ രീതിയില്ല. അവർ ആത്മഹത്യ ചെയ്യില്ല. അവർക്ക് എല്ലാം മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ പെന്തക്കോസ്ത് ക്രിസ്ത്യൻ അങ്ങനെയാണ്. അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം എത്ര വിശന്ന് 3 ദിവസം പട്ടിണി കിടന്നാലും അവർ ആത്മഹത്യ ചെയ്യില്ല. അവർ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ അത് കൈവരിക്കാനുള്ള കാര്യം നോക്കും. അതൊരു ഉപരിതലത്തിൽ ചിന്തിക്കുക, ഉപരിതലത്തിൽ മനസ്സിലാക്കാം. അതിനെ പറയാനുള്ളത്. അപ്പോൾ പൂർണ്ണ ഉണർവോടെ ചെയ്യുക, ബോധത്തോടെ ചെയ്യുക. പെന്തക്കോസ്ത് ക്രിസ്ത്യൻസ് പല രീതിയിലുണ്ട്. ചിലർ കൈയടിച്ച് പ്രാർത്ഥിക്കണവരുണ്ട്, ബഹളം ഉണ്ടാക്കി പ്രാർത്ഥിക്കണവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ ക്രിസ്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. ക്രിസ്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ച് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മീഡിയേഷൻ ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പിലാണ്. എന്താ പറയുക, എല്ലാം പങ്കുവയ്ക്കലുണ്ട്, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക. ബൈബിള് മൊത്തമായിട്ട് വായിച്ച് നോക്കുക, നല്ലോണം പാട്ട് പാടുക, ഒച്ച വെച്ചിട്ടല്ല, സാധാരണ നല്ല മ്യൂസിക്കിലുള്ള പാട്ടുകൾ പാടുക, പീസ്ഫുള്ളായിട്ട് ബൈബിള് മൊത്തം വായിക്കുക, നല്ല ബൈബിൾ മെസ്സേജ് നല്ലോണം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒച്ച വെച്ചിട്ടല്ല, സാധാ രീതിയിൽ പറയാം. എന്നിട്ട് അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ബൈബിൾ ക്വിസും അങ്ങനെ നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ അതിനു വേണ്ടി ചിലവഴിക്കുക. അപ്പോൾ അതിനു വേണ്ടി അത് റിലീജിയനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ റിലീജിയൻ അല്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അവരും ആത്മഹത്യയില്ല, മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ് ഇല്ല. യഹൂദിയരാണെങ്കിലും യഹൂദിയർക്ക് അറിയാം അവർ തമ്മിൽ മറ്റേ പലസ്തീൻകാർ യുദ്ധത്തിന് വരും, എന്നിട്ട് പലസ്തീൻകാരനെ തോറ്റത് ഓടി പോകുന്നു. അപ്പോൾ യഹൂദിയർക്ക് അങ്ങനെ ഒരു ധൈര്യത്തിൻ്റെ ഒരു ഉപരിതലത്തിലേക്ക് ചിന്തിക്കണ, ഒരു ആത്മഹത്യ ചെയ്യാത്ത ഒരു പ്രത്യേക രീതിയുണ്ട് അവർക്ക്. ആ ഒരു പ്രത്യേക തരം ജീവിതമാണ്. പാലസ്തീൻകാരൻ അവർ യുദ്ധം ചെയ്യാൻ വന്നിട്ട് പലസ്തീൻകാരനെ ഇറന്നു കൂട്ടി ഓടാൻ പോകുന്നു. അപ്പോൾ യഹൂദിയർക്ക് ഇങ്ങനെ ജയിക്കാനുള്ള മനസ്കതയും ആ ടൈപ്പാണ്. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ യഹൂദിയരല്ല, ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞിട്ടുള്ള യഹൂദിയർ, യേശുവയുടെ സാക്രിഫൈസ് കഴിഞ്ഞിട്ട് ഇസഹാക്കിന് പകരമുള്ളത് കഴിഞ്ഞിട്ട് ഹിറ്റ്ലറൊക്കെ കാട്ടിക്കൂട്ടി ആത്മഹത്യ ചെയ്തണേ അതേ സമയത്ത് കഴിഞ്ഞിട്ടും ആ യഹൂദിയർക്ക്, ഇപ്പോഴത്തെ യഹൂദിയർക്ക് പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ പഴയ ഡ്രസ്സൊക്കെ മാറി ക്രിസ്ത്യാനിറ്റി രീതിയിലുള്ള യഹൂദിയരാണ്. മനസ്സിലായി? അവസാന ഘട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക 2000 വർഷം കഴിഞ്ഞിട്ട് യേശു വരണ ഒരു യഹൂദിയരുടെ ഒരു ഇതില്ലേ, ഫീലിംഗ്. നല്ല കൂർത്ത തൊപ്പിയൊക്കെ ഇട്ടിട്ട് കറുത്ത ഡ്രസ്സും കറുത്ത കോട്ടും നീളമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അത് മുസ്ലിംസ് അല്ല. മുസ്ലിംസ് എന്ന് പറയുന്നത് ഖുറാനൊക്കെ എഴുതിയിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഖുറാനും എഴുതി ഒരു മുഹമ്മദ് 20 വർഷം എന്ന് പറയില്ല, കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ബോധമില്ലാണ്ട് അടി കൂടണവരാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. ഗൾഫ് കൺട്രി അല്ല. ഗൾഫ് കൺട്രിയിൽ അറബിക്കിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. തോമസ് അരമായിക്ക് ഭാഷയിൽ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ടൊമാസ് എന്ന് പറയാം. ഇവിടെ വന്നിട്ട് ഒരു ഘടന അനുസരിച്ച് പറയണത്. ഹിന്ദുവായിട്ട് മാറി പോണവരുണ്ട്, അങ്ങനെയല്ല പറയണത്. ജീൻസ് മാറിയോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ക്രിസ്ത്യാനിറ്റിയിൽ നിലക്കുള്ള കോനിക്കാടനാണെങ്കിലും അത് ഹിന്ദു മുസ്ലിമായി കലർപ്പില്ല. അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെന്താ പറയാൻ പറ്റില്ല, ജില്ലേനെ കൊണ്ട് വേറെ സെഞ്ചുറീസില്ല. പക്ഷെ അതിൽ എന്താ പറയണത്, എന്തെങ്കിലും മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും വഴക്കും തിരിച്ചു പ്രതീക്ഷിക്കേണ്ട പങ്കുവയ്ക്കണേ. ചില ഭർത്താവും ഭാര്യയും പങ്കുവയ്ക്കണ രീതിയുണ്ട് കേരളത്തിലാണെങ്കിലും ഏതേ രീതിയിലാണെങ്കിലും. പക്ഷേ അതിൽ ജീൻസ് മൾട്ടിപ്ലിക്കേഷനിൽ അത് ഒരു പ്രത്യേക രീതിയിൽ അത് അടിഞ്ഞു കൊള്ളുന്നുണ്ട്. പരസ്പരം തെറ്റും കുറ്റം പറയാണ്ട് അങ്ങനെ ധൈര്യത്തോടെ നടന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കുടിച്ചിടക്കടിച്ച് നടക്കാണ്ട്. അപ്പോൾ ഈ കൊച്ചിയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഇരിഞ്ഞാലക്കുടയാണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും അപ്പോൾ ഈ ഭാഗത്ത് എവിടെയാണെങ്കിലും വേണം വടുകര കൂട്ടാം, വരനാട്ടുകര കൂട്ടാം. അന്നത്തെ ലിപി മാറി മലയാളം ഈ ലിപി വരണം. അങ്ങനെ ചേര രാജ്യം മാറി തമിഴിൻ്റെ ഒരു ചവ മാറിയിട്ട് മലയാളത്തിൻ്റെ അതേ ഒരു ഉരുണ്ടക്ഷരമല്ലേ, അത് പണ്ടത്തെ ലിപി പോലെയല്ല. ഇപ്പോഴത്തെ ലിപി എന്നോട് ആരും പറയിപ്പിക്കണമല്ലോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴത്തെ ഉരുണ്ടക്ഷരമൊക്കെ വന്നത് ഒരു പ്രത്യേക ഒരു 10 സെഞ്ചുറി മുമ്പ്, ഒരു 5-7 സെഞ്ചുറി മുമ്പ്, അല്ലെങ്കിൽ ഒരു 12 സെഞ്ചുറി മുമ്പെങ്കിലും. അതിനു മുമ്പ് ലിപി വ്യത്യാസമുണ്ട്. ഒരു ദീർഘിച്ച് അങ്ങനത്തെ അക്ഷരതരം അങ്ങനെ എഴുതുന്നതാണ്, നീളമുള്ള അക്ഷരം അല്ലെങ്കിൽ എന്തെങ്കിലും. ഉരുണ്ട അക്ഷരങ്ങളൊക്കെ വരുന്നത് ഈ യഹൂദിയരൊക്കെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വേറെ രീതിയിൽ വരുന്നതാണ്. അതുകൊണ്ട് മുസ്ലിംസ് പറയണ പോലത്തെ ലാംഗ്വേജ് അല്ല. എന്ത്
അവർ കോഴിക്കോടൊക്കെ ഇങ്ങനെ സംസാരിക്കുക. ഇങ്ങോട്ട് വരീൻ മോനെ, ഇങ്ങോട്ട് വരീൻ ഉപ്പ അമ്മ, ഞാൻ അങ്ങനെ പോയിട്ട് വരാൻ ഞാൻ അത് വരട്ടെ അങ്ങനെയൊക്കെ സംസാരിക്കണ രീതി കുഴഞ്ഞ രീതിയാണ്. അപ്പോൾ ഈ രീതി വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അതല്ല എന്നറിയാം. പിന്നെ നിങ്ങൾ അങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത രീതിയിൽ ഡ്രഗ് അടിച്ച് നിങ്ങൾക്ക് തല കിറങ്ങിയിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത രീതിയിൽ ആവശ്യമില്ലാത്തവരെ കൊണ്ടുവയ്ക്കുള്ളൂ. മീൻസ് ഒരു സമയഘടന വേണം, അതനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിൽ വരണ ഒരു ഇസ്രായേലിൻ്റെ ഒരു ടച്ച് ഉണ്ടെന്ന്. അതൊന്നും ആരും ഹിസ്റ്ററിയിൽ പറയണില്ലേ, ഹിസ്റ്ററി ബുക്സിലോ പറയണില്ലേ. എല്ലാവരും 5 സെഞ്ചുറി മുമ്പ് വന്ന ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയണം. അവർ വെറും ഒരു 5-6 സെഞ്ചുറി മുമ്പ് അവിടെ വന്നിട്ടുള്ളൂ. അതാണ് 20 സെഞ്ചുറി മുമ്പ്, 20 അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു BC മുമ്പ് ഒരു 1000. പക്ഷേ ഇവിടെ എല്ലാം കപ്പൽ വഴി പല ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ഉണ്ട്. 1000 ഒരാൾ മാത്രമല്ല, 1000 പേര്, 2000 പേര്, അതിനേക്കാളും 4000, 10000 പേരൊക്കെ ഇവിടെ നിന്ന് വന്നപ്പോൾ ഉണ്ട് ഷിപ്പിലൊക്കെ. ഇവിടെ സ്പൈസ് ട്രേഡിങ്ങും അതിനെക്കുറിച്ച് ആരും പറയണല്ലേ. ഇവിടുത്തെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് ആരും പറയണല്ലേ. പഴയ ഡ്രസ്സ് ഇട്ടിട്ടില്ല, ഇസ്രായേൽ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പം വ്യത്യാസം മനസ്സിലാക്കി. ഇസ്രായേൽ ഡ്രസ്സ് എന്ന് പറയുന്നതല്ല മുസ്ലിം ഡ്രസ്സ് എന്ന് പറയുന്നത്. മുസ്ലിംസ് വേറെ രീതിയിലാണ് വരുന്നത്, അത് വ്യത്യാസമുണ്ട്. അവരുടെ രീതി വ്യത്യാസമുണ്ട്. അവർ പ്രത്യേകിച്ച് മുഹമ്മദ് എഴുതണ ഡ്രഗ് അടിച്ചു പിടിച്ച് നടന്ന അവർക്ക് വേറെ രീതിയിലുള്ളതാണ്. കുറേ ഭാര്യമാർ വേണം, തമ്മിൽ അടികൂടി നശിക്കണം, ഇസ്രായേൽക്കാരുടെ അരുന്ന് കൂട്ടി വാങ്ങണം. ഇതൊക്കെയാണ് അവർ ചെയ്യണ വിഡ്ഢിത്തം. വിഡ്ഢിത്തത്തിന് അവർക്ക് ആലോചിച്ച് വിഡ്ഢിത്തം കൂടി ചെയ്യാനറിയില്ല. വിഡ്ഢിത്തത്തിൽ കുറച്ച് ആലോചിച്ച് എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി വിഡ്ഢിത്തം ചെയ്യണതിന് കുഴപ്പമില്ല. പക്ഷേ തമ്മിൽ കൂടിച്ചാൽ ആർക്ക് വേണ്ടി ഇവർ അരുന്ന് കൂട്ടി വാങ്ങണമെന്ന് എനിക്കറിയില്ല. ആലോചിക്കാണ്ട് ഒരു വിഡ്ഢിത്തത്തിൽ ചെന്ന് കുഴി ചാടും. അപ്പോൾ പറയുന്നത് നിങ്ങൾ രാജ്യസ്നേഹം കാണിക്കുക, രാജ്യദ്രോഹം പോലെ കുടിച്ച് ഡ്രഗ് അടിച്ച് കൊല്ലിച്ച് നടക്കാതിരിക്കാനാണ്. നിങ്ങളുടെ കൂടെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കണവരും ഇത് പറയില്ലേ. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നത് അത് ശത്രുതയാണ്, തമ്മിൽ കൊല്ലിച്ച് അത് പിടുത്തം. നിങ്ങളുടെ തന്റെയും തള്ളയും നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന അപ്പം ഞങ്ങളും പിടിച്ചേക്കുന്നത് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നതാണ്. വിപരീതം ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ആവശ്യമില്ലാത്തത് ചെയ്തിട്ട് അനാവശ്യമായി ചെയ്തിട്ട് പൂർണ്ണ അറിവില്ലാണ്ട് ചെയ്തിട്ട് അത് ജീവിതം എന്ന് പറയാൻ പറ്റില്ല. നരങ്ങി നീങ്ങിട്ടെന്ത കാര്യം? വഴുതി ജീവിച്ചിട്ടെന്ത കാര്യം? ഞാനൊരു മെറ്റീരിയൽസ് എന്തെങ്കിലും 32 ലക്ഷം കയ്യിലുണ്ടെങ്കിലും 10 ലക്ഷം കയ്യിലുണ്ടെങ്കിലും 20 ലക്ഷം കയ്യിലുണ്ടെങ്കിലും അത് ഒരു സ്ഥലത്ത് വയ്ക്കാമല്ലോ, മരിച്ചുപോയി കൊണ്ടുപോകില്ലല്ലോ. എന്ത് നിങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ എന്ത് കുടിച്ചിട്ട് കടിച്ച് നടക്കുമ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് കൊള്ളണല്ലേ. ഞാൻ കുടിച്ചിട്ട് കടിച്ച് നടക്കാൻ പോകണില്ലല്ലോ. ആൾക്കാർ കൊല്ലിച്ച് നടക്കാനും ഇപ്പം നിങ്ങൾ എന്തിനാ ആൾക്കാർ തമ്മിൽ കൊല്ലിച്ച് നടക്കണമെന്ന് ചോദിക്കണം. ഞാൻ കുറിച്ച് നടക്കാനും വീട്ടുകാരെ കുറിച്ചോ എന്നെ കുറിച്ചോ ഞാൻ എന്നെ തന്നെ ഉള്ളിൽ നോക്കണല്ലേ, നിങ്ങളെ ഉള്ളിൽ നോക്കണല്ലേ, അവരെ ഉള്ളിൽ നോക്കണല്ലേ. കുടിച്ചിട്ട് ഞാൻ പറയാനും പക്ഷേ മറ്റേതാണ് ഒന്നും പറയാൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് കൊള്ളില്ല അത്. എനിക്ക് ഡ്രഗ് അടിച്ചോട് നടക്കേണ്ട കാര്യമില്ല. 15, 16, 17 വയസ്സുള്ളവരും വരെ ഒരു 96, 32 മാർക്ക് കിട്ടിയ വായന്ന് ഹിന്ദുവും മുസ്ലിമും പാകിസ്ഥാനും പ്രണവരെ വളയുവിട്ട നാവാണ് വരുന്നത് അല്ലേ. തമ്മിൽ കൊല്ലിക്കുന്നതും കുടിച്ചിടകടച്ച് നടക്കുന്നതും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ സ്വന്തം കള്ളയും പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചിട്ട് കുടിച്ചിടകടച്ച് നടന്നത് പിടിച്ച് നിൽക്കുന്നത് തെറ്റിദ്ധാരണ കൊണ്ടുവന്നിട്ട് ഡ്രഗ് അടിച്ച് നടപ്പിച്ച് കൊല്ലിപ്പിച്ച് നടന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് വിപരീതം ചെയ്ത് ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കും മണ്ടശിവന് വേണ്ടി അരുന്നോട്ടി വാങ്ങുന്നതാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും അരുന്നോട്ടി വാങ്ങേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ചൂറ്റി പോണ കേസുകൾ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ഒരു അന്നേ തൊട്ടുള്ള അധിഷ്ഠമായി നിന്ന് ഒരു 300 വർഷം പ്ലസ് ജീവിക്കാനുള്ള ഒരു ഘടന ഉണ്ടാക്കണതിലാണ് കാര്യം. ഉന്നതത്തിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കണതിലാണ് കാര്യം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു? അപ്പോൾ ഞാൻ പറയില്ലേ, യഹോവ അത് പറയാം. യഹോവ ഉറക്കത്തിന് പിന്നോക്കാണ്. ദേഷ്യം വരണവർക്കും കുടിച്ചിലകടച്ച് നടക്കുന്നവർക്കും വിഷമം വന്ന് ജീവിക്കാൻ ധൈര്യമില്ലാത്തവർക്കും ചിന്തഭാരം ഉള്ളവർക്കും ആർട്ടിഫിഷ്യൽ മറവി വേണ്ടവർക്കും ഉണർന്ന് ഉറങ്ങി എൻ്റെ കുറച്ച് മറവി ഉണ്ടാവും. പക്ഷെ നമുക്ക് ഉണർന്നിരുന്ന് നമ്മൾ ബോധത്തോടെ ചെയ്യണതിൽ അർത്ഥം ബോധത്തോടെ ചെയ്യണതാണ് യഹോവ അല്ലേ. ജലസുമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീക്ഷണിച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അധിഷ്ഠമായി നിൽക്കാൻ ശ്രമിക്കും. ബോധമില്ലാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് മുഹമ്മദ് പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് അടിപ്പിടിച്ച് കൂടിയിട്ട് എന്താ പറയുന്നത്,
ബോധമില്ലാണ്ട് എനിക്ക് ഉറക്കം വരണോ, ഞാൻ ദേഷ്യം വരണോ, എനിക്ക് വേഗം ഉറക്കം വരണം, ഡ്രഗ് അടിച്ച് കുടിച്ച് ആർട്ടിഫിഷ്യൽ മറിവ് വേണം, എനിക്ക് കുടിച്ച് ബോധമില്ലാണ്ട് ഇതാവണം, ധൈര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ കിടക്കില്ലേ. അതാണ് ഉറക്കത്തിൽ പിന്നോക്കം, ദേഷ്യത്തിൽ പിന്നോക്കം എന്ന് പറയുന്നത് യഹോവേനെ. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപമില്ലെങ്കിലും ഒമിനിഷ്യൻ്റെ ഒമിനി പ്രസൻ്റ് ആണെങ്കിലും ഒരു പ്രത്യേക ധൈര്യം ഉണ്ട് അതിന്. കുടിച്ചിട്ട് എപ്പോഴും കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണം, ധൈര്യമില്ലാണ്ട് അസുഖം വന്ന് ചാവണം എന്ന് പറയില്ലേ. ജലസുമാണ് ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു തരം ജലസി ഉണ്ടാവും. പക്ഷെ ആ ജലസി എന്നേക്കും നിൽക്കില്ല. പക്ഷെ അതിന് ജലസ് ഉണ്ടാവും. ഇവർക്ക് വേണ്ടി ഞാൻ ഈ കാര്യം ചെയ്യും എന്ന് പറയും. ഞാൻ ഇവർക്ക് വേണ്ടി ഈ കാര്യം ചെയ്യും. അതിൽ അധിഷ്ഠമായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അധിഷ്ഠമായി നിൽക്കാൻ എന്തായാലും പ്രയത്നിക്കും, അത് കൊണ്ടുവരാൻ നോക്കും. അതിനെയാണ് ജലസ് എന്ന് പറയുന്നത്. ZELOUS. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴാണ് അങ്ങനത്തെ കാര്യം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ കൊണ്ടുവരണത് മൊത്തം പൊട്ട തെറ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചോ, ആവശ്യമില്ലാത്ത ഘടനയിലേ കൊണ്ടുവരുള്ളൂ. ഒരു ചേർച്ച വേണ്ടെന്ന് പറയണതിന് 15, 16, 17 വയസ്സുള്ള ചെക്കന്മാരെ കൊണ്ടുവരാം കൂട്ടുകൂടാൻ. ഞാൻ 15, 16, 17 വയസ്സിൽ സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ. എനിക്ക് കെമിസ്ട്രിയിൽ മാർക്ക് കുറഞ്ഞു, എന്നിട്ടാണ് വേറെ ഞാൻ കുറഞ്ഞു എന്ന് പറയാൻ ഞാൻ പോയിട്ടുള്ളത്. അവരെന്നോട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലേ. എനിക്ക് മാത്സിൽ മാർക്ക് 0 മാർക്ക് കിട്ടി, എനിക്ക് 96 മാർക്ക് 82 മാർക്ക് കിട്ടി, ഞാൻ കുടിച്ചിട്ട് കളിച്ചെടുക്കാൻ പോവാം, നീ എൻ്റെ കൂടെ കുടിച്ചിട്ട് കളിക്കാൻ വരുമോ? ഇതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോയിട്ടില്ലേ. വേണമെങ്കിൽ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിക്കുക, ആരെന്നോടും ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടില്ലേ. അതുകൊണ്ടാണ് ചോദിക്കണം, നിങ്ങൾ ഏത് 15, 16, 17 വയസ്സുകാർ ചിന്തിക്കണേന്ന്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളുടെ രീതിയിലുള്ള എൻ്റെ ലൈഫല്ല അവരുടെ ലൈഫ്. എൻ്റെ സമയത്ത് ഉണ്ടായ എന്നെ കോപ്പി ചെയ്യണത് രീതിയിൽ ഹാരിസ് ഹാസ് ഗോട്ട് എ ലെറ്റർ, സെൻഡ് യു ലെറ്റർ മഷിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ വരും. 11 വയസ്സ് തികയുമ്പോൾ, എനിക്ക് 11 വയസ്സ് തികയുമ്പോഴാണ് ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിനിമ തുടങ്ങുന്നത്. ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് സിനിമ എനിക്ക് 11 വയസ്സിൽ അമ്മാമയും അപ്പൻ ചാകുമ്പോഴാണ്. അതിൽ ഹാരി പോട്ടറിൻ്റെ വയസ്സ് 11 വയസ്സാണെന്ന് ശരിക്കും അവിടെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്ക്. അപ്പോൾ എല്ലാം ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ സ്റ്റോറി ബുക്ക് ഉണ്ടല്ലോ, അതിൽ വരുന്നതാണ്. അപ്പോൾ അത് ഏതാണെങ്കിലും അത് 2001 ഇറങ്ങിയതാണ്, 11, 12 അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എൻ്റെ ലൈഫ് അവർക്കില്ല. അപ്പോൾ എനിക്ക് 17, 16, 17, 18 വയസ്സിലോ ഡാഡിയുടെ മമ്മിയുടെ പേരിലോ ആരുടെയും പേരിലോ എനിക്ക് മൊബൈൽ ഫോണും ഇല്ല. അന്ന് മൊബൈൽ ഫോൺ ആദ്യം കാണണമെന്നുള്ള കാര്യം അതിനൊന്നും കിട്ടണമില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണല്ലേ. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത പിന്നെ എപ്പോഴേ നമുക്ക് നോക്കാത്, പിന്നെ എവിടെ നിൽക്കുമ്പോഴെന്തെങ്കിലും അങ്ങനെ ഒരു സംസാര രീതി അങ്ങനെ ഒരു രീതി വരുമ്പോഴേ അതിൽ വരുള്ളൂ, പെട്ടെന്ന് പോകുന്ന രീതിയിൽ. അപ്പോൾ ഞാനങ്ങനെ പറയേണ്ട രീതി പിന്നെയാണ് ചിന്തിച്ചിട്ട് പറയണം. അപ്പോൾ അത് പ്രത്യേകിച്ച് മുസ്ലിം റിലീജിയനോ ഹിന്ദു റിലീജിയനോ അത് റിലീജിയനോടുള്ള വെറുപ്പാണ് അല്ലേ. ആൾക്കാരോട് എനിക്ക് വെറുപ്പില്ല. ഗാന്ധിജി പുഴുവരിച്ച പല്ലും കൊണ്ട് കുട്ടിയും കളിച്ച് എന്നിട്ട് പറഞ്ഞാൽ നോട്ടിലേക്ക് വെച്ചത് ക്രിസ്ത്യാനിറ്റിനോട് എനിക്കിഷ്ടമാണ്, പക്ഷെ ക്രിസ്ത്യൻസിനെ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞത് അല്ലേ. അയാൾക്ക് ബൈബിൾ വായിച്ചാൽ വിവരമുണ്ട്, എന്നാലേ ക്രിസ്ത്യൻസിന് ഇഷ്ടമാവുള്ളൂ. ഗുഡ്ക കഴിച്ച് ഒരു പുഴുവരിച്ച പല്ലും കൊണ്ട് നോട്ടിൽ കൊണ്ടുവയ്ക്കാൻ അറിയാം. അപ്പോൾ ഉള്ള കാര്യം നിങ്ങൾ വേറെ വിപരീതം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താ പറഞ്ഞേ, ഇവിടെ ഹിന്ദി പറയണല്ലേ, അല്ലെങ്കിൽ ഹിന്ദി ആയിട്ട് ബന്ധമല്ലേ. അപ്പോൾ എന്താ പറഞ്ഞേ അവരെന്താ പറഞ്ഞേ, ഈ പാകിസ്ഥാൻകാരും ഹിന്ദുസും ഗുണ്ടു ബണ്ടെന്ന് പറഞ്ഞിട്ട് അടി കൂടണല്ലേ പാകിസ്ഥാൻ കാശ്മീരിൽ, ലഡാക്കിലും ബാക്കിയുള്ള സ്ഥലത്തും. അവിടെ ഒന്നും ഇവർ തമ്മിലും വലിയ ജോക്കേഴ്സിന് പോലെ അരനോട്ടി വാങ്ങുന്നത് എന്താ ചോദിക്കണേ, പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ പേരിൽ. അവർ ബൈബിളായിട്ട് ഫുള്ള് വായിച്ച് നോക്കണം. ഉള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നത് വിപരീതമാണ് പറഞ്ഞു കൊടുക്കണതില്ല കാര്യം. അല്ലാണ്ട് ക്രിസ്ത്യാനിറ്റിനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ക്രിസ്ത്യൻസിനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വെടുവായി പറഞ്ഞതുപോലെ ആയില്ലേ. യേശുവിനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ക്രിസ്ത്യൻസിനെ എനിക്ക് വെറുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുവായത്തരം പറഞ്ഞ പോലെ പൂർണ്ണ അറിവില്ലാണ്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വിപരീതമാണ് ചെയ്യണത്, അത് മാറണം പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ എന്താ കാര്യം. അതാണ് മെറ്റീരിയലിസ്റ്റിക് റിലീജിയനായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് അല്ലേ. ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല,
മനുഷ്യരോട് വെറുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിലല്ല കാര്യം വരുന്നത്, അതിലല്ല ജയിക്കണം എന്ന് പറയുന്നത്, മനുഷ്യ സ്നേഹി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അന്ധമായ ഈ നിർജീവമായത് തല്ലുടയ്ക്കാനാണ് പറഞ്ഞത്. ഖുറാനിൽ എഴുതിക്കണ പോലെ കുടിച്ചിട്ടകടിച്ച് കുടിച്ച് തമ്മിൽ കൊല്ലിച്ചിട്ട് അടി കൂടാനല്ല പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാം. അല്ലാണ്ട് നിങ്ങൾ പളിഞ്ഞ ചിരിച്ചിരിക്കുമ്പോൾ ആ പളിഞ്ഞ ചിരിയിൽ കലർപ്പുണ്ടോ നോക്ക്. നിങ്ങളുടെ തന്തയും തള്ളയും കുറേ കുടിച്ചിട്ടകടിച്ച് അരനൂട്ടി വാങ്ങി, അപ്പോൾ നിങ്ങളും പിടിച്ച് അതുപോലെ ആവണമെന്നില്ല. പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിക്കുന്നതല്ല, അത് സൂക്ഷിച്ച് വീക്ഷിക്കുകയും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹിന്ദിയൊന്നും അധികം പറയണില്ല. എനിക്ക് മലയാളം ഞാൻ മലയാളി പാരൻസ് ഉണ്ടായതാണ്. ഹിന്ദി ആയിട്ട് ആസാമായിട്ട് അവർ ആരും ഇത് പറയില്ല. ഞാൻ ഹിന്ദി കൊണ്ടൊന്നും പറയണില്ല. ഞാൻ മലയാളി പാരൻസ് ഉണ്ടായത്. നിങ്ങൾ മലയാളികളല്ലേ? അല്ലേ? ഞാൻ മലയാളി പാരൻസ് ഉണ്ടായതാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കണം. പക്ഷെ എന്നോട് സംസാരിക്കാണ്ടിരുന്നാൽ നിങ്ങൾ ഒരു സമയം വന്നാൽ നിങ്ങളുടെ നാണക്കേടല്ലേ മലയാളിയെന്ന് പറഞ്ഞ് നടക്കാൻ. ഒരു പ്രത്യേക സ്പെഷ്യൽ വന്നിട്ട് അവരോട് മലയാളത്തിൽ സംസാരിച്ച് ആചാര്യം അറിഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ട് അത് മാറാണ്ട് മലയാളിയാണെങ്കിൽ ഞാൻ മലയാളി പാരൻസ് ഉണ്ടായത്. മലയാളം നിങ്ങൾ മലയാളികളാണ്. പക്ഷെ നിങ്ങൾ അത് ഉൾക്കൊള്ളാണ്ട് മലയാളിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ നാണക്കേടാണ്. കുടിച്ചിട്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നവരുടെ കൂടിയാണ്. കുടിച്ചിട്ടകടിച്ച് തമ്മിൽ കൊല്ലിച്ച് ബോധമില്ലാണ്ട് ചെയ്യണയിലാണ് നിങ്ങൾക്ക് അർത്ഥം വിഡിത്തം വരാണ്. അല്ലേ? അതൊരു കാര്യമില്ല. എന്നിട്ട് വളിവിടാൻ എന്നിട്ട് വിടുവായുത്തരം കാണിച്ചത് അത് പിടിച്ച് നിൽക്കലിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ച് നിൽക്കലില്ലാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തമ്മിൽ കൊല്ലിപ്പിച്ചിട്ട് അത് ഡ്രഗ് അടിപ്പിച്ച് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഇല്ലാണ്ടായ 3 വർഷം പ്ലസ് നിലനിൽപ്പില്ല. ആ നിലനിൽപ്പെന്ന് പറയാൻ പറ്റില്ല, ചേർച്ചയില്ലായ്മയാണത്. ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് നിങ്ങൾക്ക് നാണക്കെട്ട് ഇല്ലാണ്ടായിട്ട് നിങ്ങളുടെ തന്തയുടെ തലയുടെ അതേ ഗതി അറിവില്ലായ്മ കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം? എന്തിനോ വേണ്ടി നരകി നീങ്ങിയ പോലെ ആയില്ലേ ജീവിച്ചു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാനിങ്ങനെ പാക്കിങ്ങും ജനറിക് ലേബലിങ്, സ്കാനിങ്ങും ഷിഫ്റ്റിങ് ലോഡിങ് പോണ്ട് അതൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കണകൂടിയില്ല. ഗൾഫ് കൺട്രീനെ കുറിച്ച് ബന്ധമില്ലാത്തതുകൊണ്ട് ഗൾഫ് കൺട്രീനെ കുറിച്ചല്ല ഇവിടെ പറയുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന അരമായിക്ക് ലാംഗ്വേജും ഹീബ്രു ലാംഗ്വേജും പ്രത്യേക രീതിയിൽ വരുന്നതാണ്. മെഡിറ്ററേനിയൻ ഏരിയ, സ്പെയിൻ പോർച്ചുഗൽ ബോർഡറായിട്ട് യൂറോപ്പും ഇസ്രായേൽ ട്രയാങ്കിൾ ഷേപ്പിൽ താഴെ കിടക്കുന്നതും കുറച്ച് ടർക്കിയും ആ ഭാഗത്ത് കിടക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ മുകളിലാണ് കിടക്കുന്നത്, മെഡിറ്ററേനിയൻ സീ. അതിന് താഴെയാണ് ഗൾഫ് കൺട്രി മൊത്തം കിടക്കുന്നത്, അറേബ്യൻ സീ. അറബിക് ലാംഗ്വേജിനെ കുറിച്ച് ഞാനിവിടെ പറയണല്ലേ. നിങ്ങൾ വേറെ ഏതോ കുരുട്ട് മോദനെ കുറിച്ച് പറയുന്നത്, അനിയന്മാരെ കുറിച്ച്. ഒന്നാമതെന്ന് പറഞ്ഞാൽ 7ാമത് 3ാമത് ജനിച്ചതെന്നല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഇവൻ നമ്പർ സംസാരിച്ച് അങ്ങനെ അത് സംസാരിക്കുമ്പോൾ ആ കാണുമ്പോൾ തോന്നിയ ആയെന്നല്ല, പിന്നെപ്പോഴേ നോക്കാം. സംസാരിച്ച് വരുമ്പോഴാണ് ഒന്നും പിന്നെ വരുന്ന ചെയ്യുന്നതൊക്കെ വരുന്നത്. പക്ഷെ ആരും വീട്ടിലുള്ളപ്പോഴല്ല എന്തെങ്കിലും മുസ്ലിം പെണ്ണിനെ ആരും കല്യാണം കഴിക്കാൻ പോകണില്ലല്ലോ, അക്കോൾഡ് വരണമല്ലോ. ഇത് പെന്തക്കോസ്തിനെ കുറിച്ച് പറയണേ. മുസ്ലിംസ് ആത്മഹത്യ ചെയ്യണവരുണ്ട്, റോമൻ കാത്തലിക്സ് ഹിന്ദുസും ആത്മഹത്യ ചെയ്യണവരുണ്ട്. മണ്ടൻ ശിവനെ ആരാധിച്ച് കുട്ടിക്കും കഴിച്ച് ഇസ്രായേലിൽ നിന്ന് ഒരാരും തോമസ് ആരും ഇവിടെ വന്നിട്ടില്ലേ. ഇസ്രായേൽ കാര്യത്തിൽ പ്രത്യേകത ഉണ്ട്, ഉന്നതത്തിലേക്കുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി ചിന്തിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മുസ്ലിംസിന് ഭാര്യയായിട്ട് കൊണ്ടുവരില്ല. അപ്പോൾ ഞാൻ അതിന് നോക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഏത് രീതിയിലാണ് വരുന്നത്. മുസ്ലിംസ് എല്ലാം ഇസ്രായേൽക്കാരുടെ നേരന്ന് കൂട്ടി വാങ്ങി ഡബിളായിട്ട് വാങ്ങണവരാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുമോ യഹൂദിയർ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, മുസ്ലിംസ് തമ്മിൽ അടി കൂട്ടണവരാണ്, തമ്മിൽ കൊല്ലിച്ച് അരനൂട്ടി വാങ്ങണവരാണ്, മുസ്ലിംസ് ജയിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കുമോ? യഹൂദിയർ കറക്റ്റാണെങ്കിൽ, ക്രിസ്ത്യാനിറ്റി കറക്റ്റാണെങ്കിൽ ഞാൻ യഹൂദിയരുടെ പക്ഷത്തിലല്ല നിൽക്കുക. യഹൂദിയർ ഇസഹാക്കിന് പകരം യേശുവിനെ കണ്ട് മനസ്സിലാക്കി അതുപോലെ കളിയാക്കി വന്നത് അവർക്ക് അനുഗുണം ചെയ്തതാണ്. അവർ പാതിരി ഭാഷ കൊണ്ട് നിർത്തി. യഹൂദിയർ പലരെയും ഈ റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്യണം ഹിറ്റ്ലർ കൊന്നൊടുക്കി, നേക്കടാക്കി, പല രീതിയിൽ നാണം കെടുത്തി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അഡോൾഫ് ഹിറ്റ്ലർ കുറേ നാൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ പെട്ടെന്ന് തന്നെ ഹത്യ ചെയ്തത് സീസറയുടെ പോലെ. അപ്പോൾ വിപരീതം ചെയ്യണവർ ഗതിയുള്ളത് അതാണ്. പൂർണ്ണ അറിവില്ലാണ്ട് ബൈബിളിൽ മൊത്തം ഇതന്നെ ശരിക്കുള്ള കാര്യങ്ങൾ എഴുതിക്കണേ. അതിന് വിപരീതം ചെയ്യരുത്, പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തത് എന്തെങ്കിലും മുസ്ലിം പെണ്ണിനെ കഴിക്കാം അള്ളാഹു പുറത്ത് അങ്ങനെ പറഞ്ഞിട്ട് മുസ്ലിം സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മുസ്ലിംസ് എല്ലാവരും കൂടി ഇസ്രായേൽക്കാരെ അരുതൂട്ടി വാങ്ങിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുമോ ഇസ്രായേൽക്കാർ അങ്ങോട്ട് യുദ്ധം ചെയ്ത് മുസ്ലിംസിനെ കൊല്ലാൻ പാടില്ല എന്ന്? എന്തുകൊണ്ടുണ്ടാവണേ? നിങ്ങൾ മുസ്ലിംസ് സ്വയം തോണ്ടി അരുന്ന് കൂട്ടി വാങ്ങി മേടിക്കുന്നതാണ്. ആരെങ്കിലും പറഞ്ഞ മുസ്ലിംസ് എന്നിട്ട് സമാധാനമായിട്ട് നിൽക്കണം യഹൂദിയരെ തല്ലി കൊല്ലാൻ? തമ്മിൽ അടി കൂടി ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ്, ബോധമല്ല.
അപ്പോൾ അവർക്ക് അരുന്ന് കൂട്ടി വാങ്ങാൻ തന്നെ വേണം. അതിലല്ല ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിക്കുമോ യഹൂദിയുടെ എല്ലാം ഇല്ലാണ്ടാവട്ടെ, മൈനോറിറ്റി ആണ് നല്ല ചെയ്യുന്നുണ്ട്, പക്ഷേ യഹൂദിയുടെ എല്ലാം ഇല്ലാതായിക്കോട്ടെ, മുസ്ലിംസ് ജയിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ല. അപ്പോൾ റിലീജിയൻ വരില്ലേ? തമ്മിൽ കൊല്ലിക്കാണ്ട് ഒരു ഉന്നത തലത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ് 300 വർഷം ജീവിക്കാനുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അത് പ്രസൻ്റായിട്ട് പോകുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് പാസ്റ്റോ ഭൂതകാലോ ഭാവിയോ ഫ്യൂച്ചറോ അല്ല വരുന്നത്. അന്നത്തെ മുതലേ ഉള്ള അന്നേ തൊട്ടുള്ള 2000 വർഷം മുമ്പാവാം, അല്ലെങ്കിൽ AD 2000 വർഷം മുമ്പ്, 0 സെഞ്ചുറി മുമ്പുള്ളത്. ധൈര്യമില്ലാത്തവർ ഇത് പറയില്ലേ. ധൈര്യത്തോടെ നിൽക്കാൻ പഠിക്കുക ആദ്യം. 2000 വർഷം മുമ്പുള്ള കാര്യങ്ങളാണോ, 0 സെഞ്ചുറി മുമ്പുള്ള BCയുടെ കാര്യമാണോ? BC എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം 3000 BC, 2500 BC, 1500 BC, 500 BC. അപ്പോൾ ഒരു 3000 വർഷം കൂട്ടിക്കുക. ആ 2000 3000 കൂട്ടി 6000 വർഷം മുമ്പ് തൊട്ട് എന്ത് ഇതാണ് തുടങ്ങി വന്നത്. അതിൻ്റെ അധിഷ്ഠമായി നിന്ന് യഹോവ ജലസ് കോഡാണ്. എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അധിഷ്ഠമായി നിൽക്കാൻ ശ്രമിക്കുന്നു. അത് അധിഷ്ഠമായി നിന്ന് ഒരു 2000 വർഷം കഴിഞ്ഞും അതിൻ്റെ പൂർത്തീകരണം അത് മനസ്സിലാക്കി ചെയ്യാനുള്ള തീക്ഷ്ണതയാണ് വരുന്നത്. അതിലടിയുറച്ച് നിൽക്കാനുള്ളത്. എന്നിട്ട് 1000 വർഷം അതിനിടയിൽ എന്താ പെട്ടെന്ന് ഉണ്ടാകാൻ പോണത്, അതിനനുസരിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങളാണ് വരുന്നത്. അതിന് പഴകിയത് തിരിച്ച് വിവരമില്ലായ്മയിൽ കുടിച്ചിടകടച്ച് നടക്കുന്നത് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പം വിവരമുള്ള 26 മിനിറ്റേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. എന്തൊരു വിവരമുള്ള കാര്യങ്ങളാണ് വന്നത്, ഇങ്ങനെയുള്ളൊരു ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പം എല്ലാം ഞാൻ അവിടെ നിന്ന് അരമണിക്കൂർ വിരാത്തി കിടന്ന് എന്തൊന്നും ചെയ്യണം പറഞ്ഞ് നടന്നില്ല. വേറെ സമയത്ത് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാൻ പങ്കുവയ്ക്കുകയാണ്, ആവുമ്പോൾ ആവും. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന കാര്യമില്ല. ഒരു കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക, എന്താ ചെയ്യണേ. അതുപോലത്തെ നിങ്ങളല്ലാണെന്ന് പറയുന്നത് എനിക്ക് കൊള്ളണില്ലേ. നിങ്ങളല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടി ആയിരുന്നു കൂട്ടി വാങ്ങണേ സ്വയം എനിക്കറിയില്ല. ഈ ഹിന്ദുസൊക്കെ ഉണ്ടല്ലോ, പണ്ട് യഹൂദിയർ തൃശ്ശൂരും ഈ ഭാഗത്ത് ലിപ്പിയൊക്കെ മാറി ഇവിടെ കൊച്ചി ഭാഗത്തും കൊടുങ്ങല്ലൂരും ഫോർട്ട് കൊച്ചിയും ഇവിടെയൊക്കെ വടുക്കരയും ഈ തൃശ്ശൂർ ഭാഗത്തും എന്താ പറയുന്നത് ഇരിഞ്ഞാലക്കുട ഭാഗത്തൊക്കെ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇവർക്ക് ജ്യൂസ് എന്നുള്ള പേര് കൊടുത്തത് 5 സെഞ്ചുറി മുമ്പ് ഇംഗ്ലീഷുകാർ. അപ്പോൾ യഹൂദിയർ വരുമ്പോൾ അങ്ങനെയുള്ള കുറേ കഥകളും അവരുടെ ബൈബിളും തനാക്കും തോരയും താൽമൂടൊക്കെ ഇവിടെ കുറേ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, യുദ്ധം ചെയ്യാനല്ല, ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ള സന്തോഷമാണ് അവർക്ക് മുഖത്ത്. നല്ല തമാശയുണ്ട് എല്ലാം. അങ്ങനെയാണ് ഇവർ തൃശ്ശൂർക്കാരൊക്കെ തമാശ പറയണ രീതി വരുന്നതൊക്കെ അങ്ങനെയാണ്. കൊച്ചി, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട. പിന്നെ അവർ ഹിന്ദുസായി മാറിപ്പോയവരുണ്ട്. ഇന്റർമിംഗിൾ കഴിഞ്ഞിട്ട് നസ്രാണികൾ കുറേ പേര് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, എന്തൊക്കെയോ സെൽഫിഷ്നെസ്, എന്തൊക്കെയോ തിരിമറി വന്നിട്ട് കുറേ ഹിന്ദുസ് മാറി. ചിലർ സൗത്ത് നാഗർകോവിലേക്ക് പോയി, ചിലർ ബാംഗ്ലൂർ പോയി, ചിലർ ഭാഷ വ്യത്യാസം വന്നു, സെഞ്ചുറി മാറി അവർ കുറേ മക്കളും മാറി സെഞ്ചുറി കഴിഞ്ഞ ജനറേഷൻ മാറി ഫസ്റ്റ് സെഞ്ചുറി, സെക്കൻഡ് സെഞ്ചുറി, 5th സെഞ്ചുറി, 8th സെഞ്ചുറി, 9th സെഞ്ചുറി, 15th സെഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അവർ വിചാരിച്ച അവർ തനി ഹിന്ദു എന്ന് വിചാരിച്ചിട്ട് ഈ മണ്ടശിവനെ അരച്ച് നടന്ന് തമ്മിൽ കൊല്ലിച്ചിട്ട് അകടിച്ച് പല രീതിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അവർ വിചാരിച്ച് ഇവരുടെ തമ്മിൽ മെറ്റീരിയൽ സെൽഫിഷ്നെസ് ആണ് ജയിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് വന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ 19th 21st സെഞ്ചുറിയിൽ ഐശ്വര്യയുടെ മുഖം കണ്ട, ഐശ്വര്യയുടെ പപ്പ ശോഭന, കുറേ പേരൊക്കെ ഈ ഭാഗത്ത് കൊച്ചിയായിട്ട് വന്നിട്ട് പല രീതിയിൽ ഉയരമുള്ളവരൊക്കെ വന്നു. അത് കഴിഞ്ഞ് ചിലർ മുസ്ലിംസ്, എനിക്കറിയില്ല, അത് വേറെ. അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിച്ചു അതാണ് മണ്ടശിവന് വേണ്ടി നിങ്ങൾ സ്വയം തമ്മിൽ കൊല്ലിച്ചായിരുന്നു കൂട്ടി വാങ്ങരുത്. നിങ്ങളുടെ ജീൻസ് വ്യത്യാസം ഉണ്ട്, അല്ലെങ്കിൽ ഹിന്ദു രീതിയിലുള്ള വല്ല ഗോഷ്ഠി കാണിച്ചേനെ. 91 തൊട്ട് 2005-2015 വരെയെങ്കിലും ഒരു ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെവിടെയൊക്കെ നിന്നു, ഏതൊക്കെ സ്ഥലങ്ങളുടെ പ്രത്യേകത, എവിടെയൊക്കെ പോകണു, എപ്പോൾ എന്ത് നടക്കണു, ഏത് മ്യൂസിക്, എന്തിൻ്റെ കണക്ഷൻ, അതിനനുസരിച്ച് ഇവനെ തന്നെ തുടർച്ച കോപ്പി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ആത്മാവ് ഇവനെ തന്നെ തുടർച്ച, അത് ഒരു പ്രത്യേക രീതിയിലാണ് പോണത്. അതിൽ കലർപ്പില്ല. ഒരു തരം എന്താ പറയാൻ, ആ വരവിനും എടുപ്പിനും ആ നടപ്പിനും കലർപ്പില്ലാണ്ട് നടക്കുന്നതിലും വ്യത്യാസമുണ്ട്. പക്ഷെ മുഖത്തിൻ്റെ ഇടയ്ക്ക് മുടി വെട്ടി കഴിഞ്ഞാൽ വേറെ രീതിയിലോ, പക്ഷെ ആ മുഖത്തിൻ്റെ പ്രത്യേകത അത് ആ മുഖത്തിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അത് ഒരു പ്രത്യേക സ്ഥലത്ത് പോകുമ്പോഴത് വെളിവാവുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേക ഡ്രസ്സ് ഇടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചമൊക്കെ വരണമെങ്കിൽ
അത് പ്രത്യേക രീതിയിലുള്ള സമയത്തേ വരുള്ളൂ. അത് കണ്ടുണ്ട് അത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് അങ്ങനെയാണ് വരുന്നത്. അത് മുടി വെട്ടുന്നത് വല്ല ജോലി ചെയ്യാനുള്ള സൗകര്യത്തിന് എന്തെങ്കിലും പോകാനോ എന്തെങ്കിലും ഒത്തുക ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിന് മുടി വെട്ടി കഴിഞ്ഞാൽ അവൻ്റെ മുഖം ചുരുങ്ങണ കാരണം പെട്ടെന്ന് ഒരാൾക്ക് ഇതാരാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു മാജിക് പോലെയാന്ന് വിചാരിച്ചോ, പെട്ടെന്ന് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ അതിൻ്റെ ഇടയിൽ ഒന്നും നടക്കില്ല. അപ്പോൾ മനസ്സിലാക്കാൻ ഉള്ള ബോധം കാണിക്കുക. അപ്പം നിങ്ങൾ ഓരോ വിഡ്ഢികൾ ഓരോ പറഞ്ഞിട്ട് കേട്ടോ അവരെന്നെ ചോദിക്കും, നിങ്ങൾ എന്നിട്ട് നിങ്ങളെ ഡ്രഗ് നടക്കണം അവരെ പറഞ്ഞിട്ട് ഒരു വാക്കുകൾ പറഞ്ഞിട്ട് നമ്മുടെ എന്തോ പോലെ അവർ തന്നെ ആവുന്നുണ്ട്. ചെറിയ പിള്ളേർ വരെ മന്ദബുദ്ധികൾ ഒരു തരം ഇതാണ്, പഠിച്ചു വരണുള്ളൂ കെമിസ്ട്രിയും ഹിസ്റ്ററിയും. അവർക്ക് എൻ്റെ ഉള്ള ജീവിതം അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് അറിയില്ല എവിടെ എന്താന്ന്. ഈ മന്ദബുദ്ധികളെ വീണ്ടും മന്ദബുദ്ധികളാക്കരുത്. പരീക്ഷയിൽ പൊട്ടി ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു പറഞ്ഞിട്ട് ശരിക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു പ്രത്യേക തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നതോ, പക്ഷെ നിങ്ങളായിട്ട് അവരെ ഇതാക്കരുതെന്നാണ് പറയണത് ഞാൻ. നിങ്ങൾ പാരൻസ് ആവാം, പക്ഷെ എന്തൊരു പാരൻസാണ് ഞങ്ങൾ. ശരിക്കൊരു രീതിയിൽ പോകേണ്ടതേ, ഒരു ശരിക്കുള്ളൊരു രീതിയിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സമയത്തിനാണ് ചെയ്യേണ്ടത്, സമയത്തിനാണ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് നിങ്ങളെന്തിനു ചെയ്യണത്? ഒരു സമയത്ത് 78 വയസ്സായ ഒരാളെ അവിടെ പഠിക്കി വെക്കും. ഒരു ദിവസം ഡ്രഗ് അടിച്ചൊരു 65-50 ചിലപ്പോൾ കുടവയറ് പെട്ടതലായിട്ട് വേറെ അവിടെ കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ നമുക്ക് 15-16 അമ്മയോട് നോക്കണ ഒരു ചെറിയ കുട്ടി, ഒരു അറിവില്ലാത്ത ഈ കുട്ടീനെ കൊണ്ടുവയ്ക്കും. ഇതിലൊക്കെ എന്തൊരു അന്തരമില്ലായ്മയല്ലേ, അന്തരമുണ്ടതിന്, ഡിഫറൻസ് ഉണ്ട്, ചേർച്ചയല്ലേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താന്ന്. അത് പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് നിൽക്കുമ്പോഴാണ്, ചിലപ്പോൾ ഏതെങ്കിലും ഞാൻ പുറത്തൊക്കെ പോയിട്ട് എവിടെയെങ്കിലും വരുമ്പോൾ വല്ല പാർട്ടി സമയത്ത് ഞാൻ പുറത്ത് എന്തെങ്കിലും ഇവിടെ വല്ല അവിടുത്തെ കുറേ കണ്ടിട്ടില്ല വരണേ. അപ്പോൾ ഇവിടെ വല്ല ഓണമല്ല നമുക്ക് ഇഷ്ടമില്ല, വല്ല ന്യൂ ഇയർ ക്രിസ്മസ് പാർട്ടി വരുമ്പോൾ അത് കഴിക്കാൻ പോകും. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും സംസാരിച്ച് വരേണ്ട രീതി എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ എൻവയോൺമെൻറ്റ് അറ്റ്മോസ്ഫിയർ ചേർന്ന് വരുമ്പോഴാണ് അതിൽ സംസാരിച്ച് ബാക്കി വരുന്നത്. അല്ലാണ്ട് ഒരു ചേർച്ചയില്ലേ. പറയണ ഞാൻ റിലീജിയനായിട്ട് നോക്കണില്ലേ, ഒരു തരം മെച്യൂർ ലെവലിൽ ചെയ്ത് തികവോടെ ചെയ്ത് മനസ്സിലാക്കി ചിന്തിക്കുമ്പോഴാണ് അതിൽ ചേർച്ചയോടെ കാര്യങ്ങൾ വരുന്നത് അല്ലേ. ഡിസ്കസ് ചെയ്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഫോണോട് അടിച്ച് എന്തെങ്കിലുമൊക്കെ ഘടന ആവശ്യമുള്ള കാര്യങ്ങൾ വേണം. ആവശ്യമുള്ള കാര്യങ്ങളും അതിൽ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ളതും മനസ്സിലാക്കാൻ വർത്താനം പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു ഘടന വേണ്ട, ഉള്ളിൽ എന്തെങ്കിലും ചേർച്ച വേണ്ടേ. അന്തരം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയേണ്ടതൊക്കെ തീരാറായി. 32 മിനിറ്റായി. അപ്പോൾ 32 മിനിറ്റ് 32 സെക്കൻഡായി. അപ്പോൾ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ വേറെ എന്തിനോ വേണ്ടി കാത്തു നിന്നാൽ ഞാൻ അതിൽ ഉൾപ്പെടണമില്ല. നിങ്ങൾ വേറെ നാവിൽ നിന്ന് വളി പറഞ്ഞാൽ ഞാൻ അതിൽ ഉൾപ്പെടണമില്ല. എനിക്ക് വേറെ നിങ്ങളെന്ത് പറഞ്ഞാലും വേറെ ഏതോ ഘടനയിൽ വേറെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. അവിടെ ധൈര്യം ഇല്ലാണ്ട് കുടിച്ച് നടന്ന് തമ്മിൽ കൊലിച്ച് നടക്കുന്നത് അതൊരു അധിഷ്ഠിതമായി നിലനിൽപ്പല്ല. അതിന് പുരോഗതിയില്ല, ചേർച്ചയില്ലാണ്ട് ചെയ്യുന്നതില്ല കാര്യം. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഹിന്ദു യഹൂദിയർ ജീൻസ് മാറി ക്രിസ്ത്യാനിറ്റിയിൽ അധിഷ്ഠിതമായി കോനിക്കാട് നിന്നതും 20th സെഞ്ചുറിയും അതിൽ ഹിന്ദു മുസ്ലിം റോം കാത്തലിക് എന്നതിൽ ജീൻസ് മാറി വരുന്നതാണ് ഈ തന്തകൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചെങ്കിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഈ പാക്കിങ്ങും ജനറിക് ലേബലിംഗ് സ്കാനിങ്ങും ഷിഫ്റ്റിംഗ് ലോഡിങ് ജോലി ചെയ്യണമെങ്കിൽ അതിന് പോയി എന്നല്ല. എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലയാളിയായിട്ട് ഞാൻ മലയാള പാരൻസ് ഉണ്ടായത് ഹിന്ദി കൂട്ട് പറഞ്ഞ് നടക്കണല്ലേ പാരൻസ് ഉണ്ടായതാണ്. ഞാനങ്ങനെ പാരൻസ് ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എന്നോട് സംസാരിക്കേണ്ടായി. നിങ്ങൾ മലയാളികൾക്ക് തന്നെ നാണക്കേട്, സംസാരിക്കില്ലെങ്കിൽ മലയാളിക്ക് തന്നെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ സർക്കംഷൻ ചെയ്തിട്ടില്ല 15-16 വയസ്സിൽ ഞാൻ കുടിച്ചിറക്കാൻ പോയിട്ടില്ലേ. നിങ്ങൾ വേറെ വല്ലവരെ ചിന്തിച്ചിട്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കണ രീതി വരണം അല്ലേ. ഞാൻ മലയാളി പാരൻസ് ഉണ്ടായതാണ്. നിങ്ങൾ കടോട് പറയുമ്പോൾ മുഖത്തൊക്കെ സംസാരിക്കാണ്ട് നിങ്ങൾ മലയാളികളല്ലേ. ഞങ്ങൾ ഹിന്ദിയായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ മലയാളികൾക്ക് നാണക്കേട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലും
അത് ഭക്ഷണം ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്താലും അതിൽ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഹിന്ദു മാറിയവർ ജീൻസൊക്കെ വ്യത്യാസം മേടിച്ചറിയാം, പക്ഷെ മാറി മാറി മണ്ടശി അവന് വേണ്ടി തമ്മിൽ പോലീസിൽ അകർച്ച നടക്കാനാവും വിചാരിച്ച് നടന്നിട്ട് അത് ധൈര്യം ഇല്ലാത്തവരെ ചെയ്യുക നിലനിൽപ്പില്ലാണ്ട്. എന്നിട്ട് അത് യേശുവ ഉമ്മണ രീതിയില്ല അവിടെ അതിൽ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി എന്തെങ്കിലും നമ്മൾ പോയി അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്തു വരാണെങ്കിൽ, അതായത് പാക്കിങ്ങും ജനറിക് ലേബൽ സ്കാനിങ്ങും ഞാൻ ചിന്തിക്കണ രീതി ഒരു വെസ്റ്റേൺ രീതി ഉണ്ടല്ലോ, എന്താ പറയാനത്. ഇപ്പോൾ ഗോവ തൊട്ട് കേരള വരെ, അതിൽ കർണാടക ഉൾപ്പെടാനല്ലേ, മാംഗ്ലൂർ ഗോവ മാംഗ്ലൂർ ചിലത്തുണ്ട, ഗോവ മാംഗ്ലൂർ തൃശ്ശൂർ, ഈ മലബാർ, ഗോവ മാംഗ്ലൂർ മലബാർ തൃശ്ശൂർ, ആ രീതി നോക്കുമ്പോൾ ഒരു ഇന്ത്യയല്ല, ഒരു തരം വേറൊരു ടച്ച് വരേണ്ട അതിൽ. മെഡിറ്ററേനിയൻ ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ അറേബ്യൻ സീയുടെ അടുത്തേക്ക് വരണം. അറബിയല്ല, ആ മെഡിറ്ററേനിയൻ നമ്മൾ ഷിപ്പിൽ വന്ന് പറഞ്ഞില്ലേ തോമസൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ അവർ പറയുമ്പോൾ ഇത് നിലനിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിന്നു. അയാളുടെ വെറുതെ കുരുട്ട് മോന്തി വെച്ച് നടക്കണവരതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഒരു വെട്ട് പറയാം, ചേർച്ചയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ചേർച്ചയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം, അന്തരം ഉള്ളതല്ല, ഡിഫറൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, അപ്പോഴാണ് നിലനിൽപ്പും പുരോഗമനം നിലനിൽപ്പും വരുന്നത്. നിങ്ങളായിട്ട് അമ്പളിയും കാണിച്ച് നിങ്ങളായിട്ട് അരുത് കൂട്ടി വാങ്ങിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളതിന് പെടാൻ പോകുന്നത് നിങ്ങൾക്കത് ആവശ്യമില്ലാണ്ട് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിലല്ലേ ചെയ്യുള്ളൂ. എനിക്ക് സെക്ഷൽ നീഡില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ. എനിക്ക് ചത്ത് കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഒന്നും കൊള്ളണല്ലേ. ഞാൻ നിങ്ങളെ ഡ്രഗ് അടിച്ച് കുടിപ്പിക്കാനും നിങ്ങൾ തമ്മിൽ കൊല്ലിക്കാനും നിങ്ങൾ തന്തയും തള്ളേക്ക് വലിച്ച് നടന്ന് അരുന്നൂട്ടി വാങ്ങിയല്ലേ. നിങ്ങൾ പിടിച്ച് നിൽക്കണമെങ്കിൽ അതിൻ്റെ തെറ്റിദ്ധാരണ കൊടുത്തിട്ട് ഡ്രഗ് അടിപ്പിച്ച് കുടിപ്പിച്ച് നിങ്ങൾ ഞാൻ മിഞ്ഞ കാണു ഞാൻ പറയുന്ന നടന്ന് പോയിട്ടില്ലേ അല്ലേ, കുടിച്ച് നടന്ന് വിപരീതം ചെയ്യാൻ പോയിട്ടില്ലേ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും വരാണെങ്കിൽ വരും, മരിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഡ്രഗ് അടിച്ച് കൊടുക്കാനും വരില്ല. വാഞ്ഞു ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണം. അത് പറയാണ്ട് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടന്ന് ക്ഷീണം വന്ന് മറിവ് വേണം, അർഷമറിവ് വേണം, പേടിയുണ്ട്, ധൈര്യമില്ല, വിഷമം വരണം. ഡ്രഗ് അടിച്ച് കൊടുത്ത് നോക്കാനും ശോഷിച്ച അവസ്ഥയിൽ ഡിസ്കസ് ചെയ്യാൻ പോയാൽ ശോഷിച്ച അവസ്ഥ വികസിക്കാണ്ട് ഇരുന്ന ശോഷിച്ച അവസ്ഥ മാറ്റി വികസിക്കാൻ പഠിക്കാൻ പറഞ്ഞു ഞാൻ. അത് മാറാൻ പറഞ്ഞു. നിങ്ങൾ ഡ്രഗ് അടിച്ച് കൊടുത്ത് തമ്മിൽ കൊലിച്ചിരിക്കല്ലേ, അത് ഞാൻ ചെയ്താൽ. അപ്പം എനിക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ലേ. എനിക്ക് മരിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒന്നും ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ അറിയാൻ എന്താ ഉണ്ടാവണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചേർച്ചയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. അവിടെ ചേർച്ചയില്ലാത്തത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ പുരോഗമനമില്ല, നിലനിൽപ്പില്ല. അപ്പോൾ ഓരോ കാര്യം സംസാരിച്ച് അതിൽ ഒരു രീതിയിൽ വരുമ്പോഴാണ് വരുന്നത്. അവിടെ അല്ല ആണ് ഏതോ വിഡ്ഢികൾ ഓരോന്ന് പറഞ്ഞു, അതിലല്ല കാര്യം. ഇപ്പം ഞാൻ എന്നെ എക്സാമ്പിൾ എടുക്കും. ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു വിചാരിച്ചോ, ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ലാംഗ്വേജ് ഇല്ല. ഞാൻ പറയാം, ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു എന്നിട്ട് പറയാം, ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു, പരീക്ഷയിൽ പൊട്ടി, അവിടെ കാലൊടിഞ്ഞ് വീണു, 2 മാസം ആബ്സെൻ്റായി. ഞാൻ ആബ്സെൻ്റ് ആയി കുടിച്ച് ഡ്രഗ് അടിച്ച് ഞാൻ എടുക്കാം. നിങ്ങൾ വേറെ വീട്ടിൽ സ്വപ്നം കണ്ടിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ആബ്സെൻ്റായി, ഡ്രഗ് അടിച്ച് കുടിച്ച് ഞാൻ ഇടുന്നു, ഗുഡ്ക കഴിച്ച് കിടന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വരുന്നുണ്ട്, വിഷമം വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ മറിവ് വേണം, എനിക്ക് ബോധമൊന്നുമില്ല, കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കുക, റേപ്പ് ചെയ്തു, ക്ഷീണം വന്നു, പരാജയം ചെയ്തു, പോലീസ് പിടിയിലായി, ഞാൻ ബോധമില്ലാണ്ട് കിടന്നു, ഞാൻ എൻ്റെ തന്തയും തള്ളിയും കുടിച്ചിട്ടൊക്കെ അടിച്ച് കിടന്നത്, ഞാനും പിടിച്ച് നിൽക്കാൻ ചുമച്ച് കൂട്ടുകാരും ടക്ക അടിച്ച് പിടിച്ച് നടന്നു, ആൾക്കാർ ധൈര്യം ഇല്ലാണ്ട് വെട്ട് ചത്തു, ഞാൻ ചത്തുവെന്നോട് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ആയി നിലനിൽപ്പ് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഇവിടെ കക്ഷം നടത്തി നോക്കട്ടെ, എന്തെങ്കിലും നമ്മൾ ബോഡി ആയിട്ട് ചെയ്യാൻ പാടില്ലേ. അതിനനുസരിച്ച് ഡ്രഗ്സാണ് കക്ഷം എന്ന് പറയുന്നത്. ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടന്നതാണ് എൻ്റെ അർത്ഥം. അപ്പം ഞാൻ ബോധത്തോടെ പറയണം ജയിക്കും. നിങ്ങൾ തോറ്റ വേർഡ് പറഞ്ഞ് തമ്മിൽ അരുന്നൂട്ടി വാങ്ങേണ്ടത് കഴിഞ്ഞാൽ പറയിപ്പിച്ച് പറയണ വിഡ്ഢികളെ പറഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിംസും പറയിപ്പിച്ച് പറയണവരാണ്. അത് തലയ്ക്കും വെളിക്കും മോതയ്ക്കും വെളിവില്ല. അതുകൊണ്ട് ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ച മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാണാനായിട്ട് മെറ്റീരിയലിസ്റ്റിക് വിഡിത്വം ഡ്രഗ് അഡിക്റ്റ് കാണാൻ കുറേ വിഡ്ഢികൾ കാണാൻ പോകുന്നുണ്ട്. എന്താ കാര്യം? ഡ്രഗ് അഡിക്റ്റ് കൊണ്ട് കൈ അടുപ്പിച്ചിട്ട് ഉള്ള കാര്യം നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വേറെ ഏതോ ശോഷിച്ച അവസ്ഥ ലെവലിലിരിക്കുകയാണ്. ഞാൻ ഒരു ലെവലപ്പ് ആയിട്ട് പോവാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അത് നിങ്ങൾക്കറിയില്ല. ചൂറ്റി പോയ ശവങ്ങളെ ആത്മഹത്യ ചെയ്തവരെയും
തുറന്ന് ഇങ്ങനെ ഒടിഞ്ഞ് നടക്കണവർ, വായ തുറന്ന് സംസാരിക്കാൻ പറ്റാത്തവർ പറഞ്ഞിരുന്ന അവരായിരുന്നു കൂട്ടി ചത്തു. ഇനി നിങ്ങളും അതുപോലെ ആവരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗോഡ് എന്ന് പറയുന്നത് ഞാൻ ഗോഡ് എന്ന് തന്നെ പറയും. വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് മാത്സിൽ എനിക്ക് മാർക്ക് കുറവാണെങ്കിലും അങ്ങനെ പോവില്ലേ. ഞാൻ ഗോഡ് എന്ന് പറയണില്ലേ വിദ്യാഭ്യാസമില്ലാത്തവരെ പോലെ. നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ജയിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ ലോനമാഷ ഉണ്ടില്ലേ, അവൻ്റെ ഭാര്യയും 85 വയസ്സിൽ നല്ല തന്ദുരുസ്തായിട്ട് അടുക്കള പണിയും ബാക്കി കാര്യങ്ങളും പറമ്പിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. 92 വയസ്സ് പറഞ്ഞാൽ 42ഉം 38 വയസ്സാണ് 85 വയസ്സ് പറഞ്ഞാൽ. അല്ല, 92 വയസ്സ് 112 വയസ്സ് വരെ ഒരു 20 വർഷം കൂടെ ഉള്ളൂ. പെട്ടെന്ന് പോവും. അങ്ങനെ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറയാം. 112 വയസ്സായാലും 92 വയസ്സായാലും ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാം. പണ്ട് പെണ്ണുങ്ങളും ശിഖണ്ഡികളും ആരാധിക്കണവരൊന്നും ഇത് പറയൂ. അവർ തമ്മിൽ കുഴി ചാടിച്ച് ഡ്രഗ് അടിപ്പിച്ച് നടക്കേണ്ട ആണുങ്ങളെ അല്ലേ. പെണ്ണുങ്ങൾ വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട് പീൽസ് അബോർഷൻ കഴിച്ചിട്ട്. അവർ റോം കാത്തലിക്കും ഹിന്ദു മുസ്ലിമും ചെയ്ത് നടക്കണവരാണ് വിപരീതം. അവർക്കിത് പറയേണ്ട കാര്യമുണ്ടോ? റോം കാത്തലിക്സ് പ്രത്യേകിച്ച് വിപരീതം ചെയ്യുന്ന പറഞ്ഞാൽ പാതിരികളുടെ ഫോട്ടോ എടുക്കുള്ളൂ. വലിയ കാര്യമായിട്ട് അവർ പറയണേ ആ പാതിരികളുടെ ഫോട്ടോ എടുത്തു ഭയങ്കര വലിയ കാര്യമാണ് വിപരീതം ചെയ്തിട്ട്. ബൈബിള് പൂർണ്ണ അറിവിലാണ്. പാതിരികളുടെ ആവശ്യമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഡ്രഗ് അടിച്ച് നടക്കുന്ന മുസ്ലിംസും എല്ലാവരും ഇത് പറയുമോ? തമ്മിൽ കൊലിച്ച് വേസ്റ്റിൽ കാണിക്കുന്നത്. പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് പാതിരികളുടെ കൂടെ ഫോട്ടോ എടുക്കണം. പാതിരികളുടെ കൂടെ മൂത്രം വെള്ളം പോലെ മാമോദീസല്ല 4 മാസമുള്ള കുട്ടിക്ക് വെള്ളം ഒളിച്ചു കൊടുക്കണം തലയിൽ. ഫുള്ളായിട്ട് മുങ്ങി വരണം. അതാണ് റോമൻ കാത്തലിക്കും ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ ആത്മഹത്യ പ്രേരിപ്പിക്കാൻ കൊലിക്കുന്നത്. ഒരു പ്രസൻസ് വന്നെന്നുള്ള രീതിയല്ല, തമ്മിൽ കൊലിച്ച് നടന്നിട്ടെന്താ കാര്യം? ജീവനുള്ള ദൈവത്തിൻ്റെ പ്രസൻസ് പറയുന്നത് ഹാരിസ് അങ്ങനെ പറയുമ്പോൾ ഹാരിസ് എന്ന് പറയുന്നത് ഹാരിസ് പറയുമ്പോൾ അതിനുള്ളത് വരുന്നത്. അതുകൊണ്ട് മനുഷ്യരെ ആരാധിക്കാൻ ആരും പറഞ്ഞിട്ടില്ലേ. അതിനുള്ള ഒരു മിറാക്കൽ മാജിക് പോലെ എന്തെങ്കിലും നടക്കേണ്ട ആ രീതിയിലേക്ക് അധിഷ്ഠമായി വരവേൽപ്പിനെ കുറിച്ച് നിലനിന്ന് പോണ രീതിയിലാണ്, അടി ഉറച്ച് നിൽക്കണ രീതിയാണ് പറയുന്നത്. ഡ്രഗ് അടിച്ച് പിടിച്ച് നടക്കുന്നതല്ല, കൊലിച്ച് നടക്കുന്നതല്ല, പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നതല്ല പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ. അത് ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. സോഷ്യലല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ, തെറ്റിദ്ധരിപ്പിക്കരുത്. അതല്ലേ 95 വയസ്സായാലും 92 വയസ്സായാലും 112 വയസ്സായാലും ഞാൻ തന്നെ ജയിക്കുമെന്ന് പറയുന്നത്. കേസാണ് 15, 16, 17 വയസ്സിൻ്റെ കാര്യമാണ് പറയണത്. അല്ല, അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങളുടെ തെറ്റെന്താണ്. ഞാൻ പറയുന്നത് ഇവിടെ എങ്ങനെയാണ്. റോമൻ കാത്തലിക്സ് എന്ന് വിചാരിച്ചാണ് പാതിരികളുടെ ആവശ്യമില്ലെന്ന് പറയാനുണ്ട്. അവരോട് ഫോട്ടോ എടുത്താൽ അവരോട് കുറേ ഭാഷ പറഞ്ഞ എൻ്റെ തന്തി തള്ളിയൊക്കെ വലിച്ച് നടന്നതായിരുന്നു. ഡ്രഗടിച്ച് ഞാനിതുപോലെ പിടിച്ചേക്കാന്ന് പറഞ്ഞ പാതിരികളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് എന്തിനാ വേസ്റ്റുകളുടെ ഫോട്ടോ എടുക്കേണ്ട കാര്യം? ആവശ്യമില്ലാന്ന് പറഞ്ഞു കൊടുത്ത് ആവശ്യമുള്ള പോലെ കാണിക്കുക, അനാവശ്യമായിട്ട് ചെയ്യുക, അറിവില്ലായ്മ. ഞാൻ പറയുന്നത് 19, 20 ജോലി, കോളേജ്, 25 വയസ്സ്, 26 വയസ്സ്, 32 വയസ്സ്. ഞാൻ 2000 വർഷം കഴിഞ്ഞിട്ടുള്ള യേശുവരാണ്. അതിൻ്റെ 1, 2 കൂട്ടുമ്പോൾ 2001, 2002 കൂട്ടുമ്പോൾ ആ രീതിയിലുള്ള വയസ്സിൻ്റെ അനുസരിച്ച് വരുന്നത്. എനിക്ക് കുടവയറോ വലിയ പെട്ടതലയോ ഒന്നുമില്ല. സാധാരണ പോലെ എത്ര വയസ്സായാലും നല്ല ചെറുപ്പമായിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കുക. ആവശ്യമില്ലാത്ത വെടുത്തം പറയണ പോലെ അല്ല അത്. ഞാൻ പറയുന്നതേ, നിങ്ങളുള്ള ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ചേർച്ചയോടെ കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കുക. അന്തരമുള്ളതല്ല ചെയ്യേണ്ടത്. അന്തരം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉള്ളതല്ല ചെയ്യേണ്ടത്. ചേർച്ചയുള്ള കാര്യങ്ങൾ പറയുക, സംസാരിക്കുക. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഫോണിൽ സംസാരിക്കുക, വാട്സാപ്പിൽ എന്തൊക്കെ വൃത്തികെട്ട മെസ്സേജും എന്തൊക്കെ പറയണു ഫോണിലും, അതൊക്കെ ഞാൻ നിങ്ങളെയും ഒളി നോക്കണില്ലേ, എന്നെയും ഞാൻ ഒളി നോക്കണില്ലേ, ബാക്കിയുള്ളവരും ഒളി നോക്കണില്ലേ, ഡ്രഗ് അടിച്ച് കുടിച്ച് തമ്മിൽ കൊലിച്ച് വൃത്തികേടും പറയണില്ലേ അല്ലേ. ഇവിടെ 3 വർഷം ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഇവിടെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പോയാ, തമ്മിൽ കൊല്ലിക്കണ പോലെ അയ്യാ ചത്ത എന്ന് പറഞ്ഞ് കിടക്കാൻ പോയാ ഇല്ല. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഫോണിൽ സംസാരിക്കട്ടെ, ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്നെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പോയാ, ഗോസിപ്പിന് പോയാ. അപ്പം ഉള്ള നല്ല ഗുണത്തിനെ കുറിച്ച് പറയും.
ഇവിടെ ഫുൾ ബോധത്തോടെ പറയുമ്പോൾ നിങ്ങൾ ബോധമില്ലാണ്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്ന മണ്ഡല ശിവനെ ആരാച്ച് തീട്ട BJP കൊണ്ടുവന്നാൽ ആ തീട്ട BJPയുടെ കാര്യം പറയാം ഇവിടെ എന്താണെന്ന് പറയണമെന്ന്. വേസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാം ഇതിനെ നശ്വരമായതിനെ ആരാച്ച് നിർജ്ജീവമായതിനെ നിരങ്ങി നീക്കിയിട്ട് അവസാനം വേസ്റ്റായി ചത്ത് കഴിഞ്ഞാൽ പുനർജന്മം ഒന്നും ഇല്ലയെന്ന് കറക്റ്റായിട്ട് അറിയാം. ഞാൻ ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, നിന്റെ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വിപരീതം ചെയ്യുന്നത്. വേസ്റ്റിനെ അരച്ചിട്ട് വേസ്റ്റായിട്ട് പോയി കഴിഞ്ഞിട്ട് പുനർജന്മം ഇല്ല, തമ്മിൽ കൊല്ലിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലിച്ചിറക്കേണ്ടത് ദൈവങ്ങളല്ല. പിന്നെ എങ്ങനെയാണ് അവരെ ആരാധിക്കേണ്ട കാര്യം? അബോർഷൻ ചെയ്യണ പാർവതികളും അബോർഷൻ ചെയ്യണ സരസ്വതികളും അബോർഷൻ ചെയ്യണ എല്ലാ ചെകുത്താൻ വെട്ടികളാണ്. ഒരു ദൈവം ഒന്നേ ഉള്ളൂ, യഹോവ. മനസ്സിലായ? അതായത് മുസ്ലിമും അല്ല, ഹിന്ദു അല്ല, റോമൻ കാത്തലിക്കും അല്ല, റിലീജിയൻ അല്ല. അതിന് ടോമാസും അവരൊക്കെ ഇവിടെ മലയാള ഭാഷ വേറെ രീതിയിൽ സംസാരിച്ചാണ്. അറബി ഭാഷയല്ല, ബൈബിളിനെ കുറിച്ച് പറയണേ, യേശുവിനെ കുറിച്ച് പറയണേ. മുസ്ലിംസ് ആരും യേശുവിനെ കുറിച്ച് പറയില്ല. അറബിക്കാരൊന്നും ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ബൈബിള്, തനാഖ്, താൽമൂഡ്, യഹൂദിയരുടെ ഇസാഖിന് കഴിഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും, യേശുവയുടെ കാര്യങ്ങളൊന്നും അവർ പറയില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ? സ്വയം മരുന്ന് കൂട്ടി വാങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഫോണിൽ എവിടെയെങ്കിലും സംസാരിച്ചു. ഫോണിൽ സംസാരിക്കുന്നത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, സജേഷ്. അവന് ഞാൻ ഗ്രേ പാൻറ്റും വൈറ്റ് ഷർട്ടും പോകുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ സർക്കംഷൻ എനിക്ക് അങ്ങനെ തോന്നണല്ലേ. സജിലേഷിൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയൊക്കെ അവളുടെ എന്താ വിശ്വസ്തരങ്ങൾ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ഇതില്ല. അപ്പോൾ അവൻ BJP ആയിരുന്നു. BJPയും ഹിന്ദു മുസ്ലിംസിനെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എന്നിട്ട് കുറേ ഡ്രഗ് അടിച്ച് കുടിച്ച് ഓരോ വൃത്തികേടും പറഞ്ഞ് ഇവൻ്റെ കൂട്ടത്തുള്ള BJPക്കാർ തന്നെ തമ്മിൽ കൊല്ലിച്ച് ഇവനെ കൊന്നു. സജിലേഷിനെ കൊന്നു. സജിലേഷും BJP ആണ്, സജിലേഷ് ക്രിസ്ത്യാനിറ്റി ഒന്നുമല്ല. തമ്മിൽ കൊല്ലിക്കണം, അവർ രക്ഷപ്പെടുമോ? എന്നിട്ട് ഇവൻ്റെ കൂട്ടുകാർ ഡ്രഗ് അടിച്ച് ആത്മഹത്യ ചെയ്യേണ്ട കുറേ പേര് വന്നു. കുറേ പേര് ജയിലിലായി. അവരുടെ ജീവിതമേ പോയി. ഒരു 20 വർഷം മുമ്പാണ്, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ്. അപ്പോൾ അവൻ്റെ ഭാര്യ ഉണ്ടോ വേഷസ്ത്രീ പോലെ നടന്ന് ഇല്ലാണ്ടായി. അപ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് അവരെ കുറിച്ചാവും. അപ്പോൾ ഞാൻ ഫോണിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ചോദിക്കാനുള്ളത്? അതാ നിങ്ങൾക്ക് തിരുമറി കേട്ടോ. ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ പറയാനൊന്നുമില്ല. പിന്നെ ഇതിന് ആവശ്യമില്ലാണ്ട് നിങ്ങൾ എന്നെ മുഷിപ്പിക്കുന്നതും ഞാൻ നിങ്ങളെ മുഷിപ്പിക്കേണ്ട കാര്യം. ഇപ്പോൾ അത് പുറത്ത് കുറപ്പം കണ്ടുണ്ട്. കാരണം ഇതൊന്നല്ല പറഞ്ഞു. ഞാൻ വേറെ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് നോക്കാം. എൻ്റെ പേര് ഹാരിസ് എന്നാണ്, പക്ഷേ എൻ്റെ ഷോർട്ട് നെയിം ഡെന്നിസ് എന്നാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരും കാർഡ് വിളിക്കണം. അങ്ങനെ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിരുന്നു 24 വയസ്സുള്ള. അപ്പോൾ മലയാളിയാണ്, മലയാളി പാരൻസ് ഉണ്ടായതാണോ? അപ്പോൾ അവർ മുഖത്തേക്ക് സംസാരിച്ചാണോ? മുഖത്തേക്ക് സംസാരിക്കാൻ ധൈര്യമില്ലാന്ന് അങ്ങനെ പറഞ്ഞ് വേറെ ആരോട് സംസാരിക്കാം? നിങ്ങളൊരു അവസരം ഉണ്ടാക്കണല്ലേ? നിങ്ങളത് അനുവർത്തിക്കാണ്ട് ഇവിടുന്ന് വീട്ടുകാർ കുറേ ഇറങ്ങി വിട്ടു പോയി. എന്തുകൊണ്ട്? അവർക്കായിട്ട് നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങിപ്പിച്ച് കൊടുത്തതന്നെ. BJPക്കാർ തമ്മിലായിരുന്നു കൂട്ടി വാങ്ങിപ്പിക്കുന്നവരും ഡ്രഗ് അടിച്ച് കൊല്ലിച്ച് നടക്കണവരും അത് പിടിച്ചു നിൽക്കലിൻ്റെ വിപരീതം കാണിച്ചിട്ട്, പിടിച്ചു നിൽക്കലിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആൾക്കായിട്ട് ഇതുള്ളതല്ല, ആൾക്കായിട്ട് ഇതിൻ്റെ ഇല്ലാത്തതാണ്. സോഷ്യൽ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. വെറുതെ പോലെ ഉണ്ടാക്കി പറയിപ്പിച്ച് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ തലയ്ക്ക് സുഖമില്ലാത്തവരാണ്. തമ്മിൽ കൊല്ലിച്ച് നടക്കുന്ന ഡോക്ടേഴ്സ്, ഹിന്ദുസായ ഡോക്ടേഴ്സ്, റോമൻ കാത്തലിക്സ് ആയ ഡോക്ടേഴ്സ്, മുസ്ലിംസ് ആയ ഡോക്ടേഴ്സ്, ഇവരൊക്കെ ഡ്രഗ് അഡിക്ട്സിന് അടിമയാണ്. പേഷ്യൻസ് വരെ ഡ്രഗ് അഡിക്ട്സ് ആണ്. ഇവർ ഡോക്ടേഴ്സ് ഡ്രഗ് അഡിക്ട്സ് ആയ പേഷ്യൻസിനെ എങ്ങനെ ചികിത്സിക്കും? ബോധത്തോടെ സംസാരിക്കണ വ്യത്യാസം അറിയില്ല. നിങ്ങൾ ശോഭന എന്ന് പറയുന്നുണ്ട്. അവർക്ക് ആ പേര് അവരുടെ ഹിന്ദു രീതിയിൽ എന്തെങ്കിലും വൃത്തികൾ കാണിച്ച് അഭിനയിച്ച പോരായിരുന്നാ? അങ്ങനത്തെ പേരുകൾ എന്തെങ്കിലും ഏറ്റു, അല്ലെങ്കിൽ ഹാരിസ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയുടെ രീതിയിൽ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നാ? അത് ഏതോ വെഡ്ഡി എവിടെയോ ജനിച്ചിരുന്നു, അത് ചൂറ്റിപ്പോയി ആത്മഹത്യ ചെയ്തു. അഡോൾഫ് ഹിറ്റ്ലറും CJ റോയ് പോലെ. ഞാൻ അപ്പോൾ അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഗുഡ് കഴിക്കണവർ ഞങ്ങൾ വീട്ടിൽ കയറ്റില്ല എന്ന്. അങ്ങനെയുള്ള നിങ്ങളെ മുഷിപ്പിച്ചും എന്നെ മുഷിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. അപ്പം നിങ്ങളത് ഒരുപെടുമ്പോൾ കുറേ 3ാമത് ജനിച്ചവരെയും പറഞ്ഞിരുന്ന 7ാമത് ജനിച്ചവരെയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ റോമൻ കാത്തലിക്കും ഹിന്ദുസ് മുസ്ലിംസ് തന്നെയാണ് തമ്മിലായിരുന്നു കൂട്ടി വാങ്ങിച്ചു കൊടുക്കുന്നവർ. അപ്പം നിങ്ങൾ ബോധത്തോടെ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് സംസാരിക്കുക. ബാക്കിയുള്ള അരുന്നൂട്ടി വാങ്ങിപ്പിച്ച് കൊടുക്കൽ ഒരിക്കലും ദൈവങ്ങളാവില്ല. ഇത് സാക്രിഫൈസ് ചെയ്താണ്. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്ത് ക്രിസ്ത്യാനിറ്റി റിലീജിയനിലാകാത്തത് ഉപരിതലത്തേക്ക് ചിന്തിക്കുക, ഉന്നതത്തിനുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ചെയ്യുക, മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കായി കാര്യങ്ങൾ ചെയ്യുക. തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്ക, ക്രിസ്ത്യാനിറ്റിയിൽ അത് പെടില്ല. പെന്തക്കോസ്ത് ക്രിസ്ത്യാനാണെങ്കിലും യഹൂദിയ ക്രിസ്ത്യാനാണെങ്കിലും അവർ ആത്മഹത്യ ചെയ്യില്ല. അവർക്കറിയാം ഈ പണ്ടാരം പഠിച്ച മുസ്ലിംസ് അരുന്നൂട്ടി വാങ്ങിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവരുടെ അടുത്ത്. അതുകൊണ്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. പെന്തക്കോസ്ത് ക്രിസ്ത്യൻസ് അങ്ങനെയാണ്. അവർ 3 ദിവസം പട്ടിണി കിടന്നാലും ഒരു നേരം കിട്ടിയാലും ഭക്ഷണം കിട്ടിയാലും അവർ ആത്മഹത്യ ചെയ്യില്ല. നല്ല പ്രയേഴ്സായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ഒരുപാട് ഇരിക്കും, സമാധാനമായിട്ടും എന്തായാണെങ്കിലും.
അപ്പോൾ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും ശ്രദ്ധിച്ചോ, എപ്പോഴായും നിങ്ങൾ എവിടെന്നെങ്കിലും കിട്ടും. കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ലാസ്റ്റ് ഷാജി വരെ പാരലൈസിസ് ആയി കിടക്കുന്നുണ്ട്. പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ല. സാധാ രീതിയിൽ എവിടെയെങ്കിലും നിൽക്കണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു 8 മണിക്കൂർ വാതിൽ തുറന്ന് ഇട്ടു, മുന്നിൽ വന്ന് ഇരുന്നു, അപ്പോഴും സംസാരിക്കാൻ അറിയില്ല. പിന്നെയും ആരെയോ കാണിക്കാൻ വേണ്ടി പണ്ടത്തെ വെഡിത്തം ഏതോ പഴകേറി അനുകരിച്ചിട്ട് ബെല്ലടിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾ എന്നെ മുഷിപ്പിക്കുക. ഈ ഫോണിൽ സംസാരിക്കണ കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ വരുമോ? നിന്നെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വന്നാ ഇവിടെ എന്തിനും വീട്ടിൽ പ്രൂഫ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ എന്തിനാ ഒളിഞ്ഞ് നോക്കണേ? നിങ്ങളെ ഞാൻ ഒളിഞ്ഞ് നോക്കണല്ലോ. ഇവിടെ 4-5 മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇംഗ്ലണ്ടിലും ഛത്തീസ്ഗഡിലും പലയിടത്തായിട്ട്. അപ്പോൾ അതിൻ്റെ പുതിയത് വാങ്ങാണ്ട് പഴയത് തന്നെ വീണ്ടെടുക്കായിരുന്നല്ലോ, പോലീസിനെ അറിയിച്ച്. എൻ്റെ ഒരു ക്യാമറ കണക്ഷൻ ഉണ്ടാക്കി. ഞാൻ ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കണ്ട. എന്തുകൊണ്ടാണ് ശ്രദ്ധ കേന്ദ്രം ഇവിടെയാണ്. അതാണ് എനിക്ക് തരാത്തത്. എനിക്ക് നിങ്ങൾ ഒളി നോക്കേണ്ട കാര്യമില്ല, എനിക്ക് എന്നെ ഒളി നോക്കേണ്ട കാര്യമില്ല, എനിക്ക് ബാക്കിയുള്ളവർ ഒളി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ വിഡ്ഢി പ്രൂഫ് കൊണ്ടുവന്ന ഏത് ക്യാമറ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ചിലപ്പോൾ ഞാൻ ചോദിച്ചതൊക്കെ പറഞ്ഞ നിങ്ങൾ പ്രൂഫ് കൊണ്ട് വന്നില്ലേ, അതും നിങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് ഏത് ക്യാമറ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. അപ്പോൾ എനിക്കൊരു ശബ്ദം, നിങ്ങളുടെ വിഡ്ഢി MDMA ശബ്ദം കേൾക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണമല്ലെന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങളല്ലേ വിഡ്ഢി പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞത്? ഒരു കാര്യം, ശരിക്കുള്ള കാര്യം ഇനി വേറെ രീതിയിലെല്ലാം പറയാം. എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെന്നിസാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് അവിടെ വന്നുള്ളൂ അല്ലേ, ഫ്ലാറ്റിൽ. ഇന്നലെ നിങ്ങൾ മുമ്പ് എന്നോട് സംസാരിച്ച് പരിചയമായിട്ട് വല്ലതും വന്നിട്ടുണ്ടോ സാധാ രീതിയിൽ? ഇല്ല. അപ്പം നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫും ഇല്ല. ഇവിടെ വല്ല ക്യാമറ അകത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങളെ ഞാൻ വീണ്ടും കേട്ടിട്ട് അങ്ങോട്ട് മുഷിപ്പിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് മുഷിപ്പിക്കേണ്ട കാര്യം? എന്നെ മടുപ്പിക്കണ രീതിയിൽ എനിക്ക് പറയേണ്ട കാര്യമുണ്ടോ വീണ്ടും? ഞാൻ ഇന്നലെ ഇവിടെ വൈകിട്ട് വന്നുള്ളൂ. എൻ്റെ പേര് ഹാരിസ്, എൻ്റെ ഡെന്നിസാണ് എൻ്റെ പേര്. നിങ്ങൾ എന്നോട് മുമ്പ് സാധാ രീതിയിൽ സംസാരിച്ച രീതിയിലൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ പേര് ഡെന്നിസാണ്. നിങ്ങൾക്കത് എങ്ങനെയാണ് എൻ്റെ ഡാഡി മമ്മീനെ അറിയുക? അപ്പം നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല. ഇവരെ വല്ല വയസ്സന്മാരെ നിങ്ങൾ ഇവരെ കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഫുൾ ബോധത്തോടെയാണ് പറയണേ. അപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ഈ വയസ്സിനെ പരിചയമില്ല, കണ്ട് പരിചയമില്ല. എന്നെ കണ്ട് കാര്യം പറഞ്ഞെന്ന് അനുവർത്തിക്കാണ്ട് ഏതോ ആദിവാസി വീട്ടുകാരെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞെളിഞ്ഞിരിക്കുക പ്രസിഡൻ്റായിട്ട്. ഞാൻ പറഞ്ഞ കാര്യം അനുവർത്തിച്ചിരിക്കാണ്ട് തൂറാൻ പോണ മോന്തി വെച്ചിട്ട് ഏതോ ആദിവാസി സ്ത്രീയുടെ കുടുംബത്തിനെ അവിടെ സ്റ്റെയർ കേസിൽ തലതലി ഇരിക്കേണ്ടായിരുന്നു എൻ്റെ അമ്മായിപ്പൻ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ സാധാ രീതിയിൽ നല്ല ഇങ്ങനെ കഴിക്കാലോ സംസാരിച്ച് ഇൻവൈറ്റ് ചെയ്യാൻ പോയതാണ്. നിങ്ങളോ അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങളോ വിഡിത്തം ആവർത്തിച്ചു അല്ലേ? എരുന്നൂട്ടി വാങ്ങണം, ഡ്രഗ് അടിപ്പിച്ച് എല്ലാവരും ഇത് ലോകം മൊത്തം കേൾക്കണ്ടേ? എന്നിട്ട് ഓരോ വൃത്തികെട്ട വാക്കുകളായെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെക്കുറിച്ച് വളിവിട്ട ഡിസ്കസ് ചെയ്ത് ഡ്രഗ് അടിച്ച് നടക്കാത്തത്, പരീക്ഷയിൽ പൊട്ടിയാലും ഡ്രഗ് അടിച്ച് നടക്കാത്തത്, എന്തെങ്കിലും കാലൊടിഞ്ഞു നോട്ട്സ് ഒന്നും കിട്ടണല്ലേ, 2 ആഴ്ചയും 2 മാസം ആബ്സെൻ്റ് ആയിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ചുറ്റും പോയി. നിങ്ങളാണ് പോകുമ്പോൾ നാണം കെട്ട ഡ്രഗ് അടിച്ചായിരിക്കും 16, 17, 15 വയസ്സിൽ. ഒരു ഷെയർസിലാണ്ട് കൊണ്ടുവരിക, 16, 15, 17 വയസ്സുള്ളവർ കൊണ്ടുവരിക. ചിലപ്പോൾ കൊടവയറും 37 വയസ്സുള്ള എൻ്റെ പോലെ സംസാരിക്കാൻ വിചാരിച്ചു. കൊടവയറും പെട്ടതലയിട്ട് കുറേ എന്തൊക്കെയോ വികൃത മോന്തി ഇങ്ങനെയൊക്കെ സംസാരിക്കണ വീട്ടുകളെ പറഞ്ഞയക്കുക. വയസ്സായ 78 വയസ്സുവരെ പറഞ്ഞയക്കുക. ചോദിക്കുമ്പോൾ പെണ്ണുങ്ങളെ വല്ല ശിഖണ്ഡികളെ ആരാധിക്കണവർ പറയുമോ? മണ്ടശിവനെ ആരാധിക്കണവർ അവർ ഈ വെഡിത്തം ഒഴുകിയിരിക്കല്ലേ. അവർക്ക് സെക്ഷൽ നീഡാണുള്ളത്, സെക്ഷൽ ലിബിഡോ അല്ല എൻ്റെ പോലെ. അപ്പോൾ അത് മനസ്സിലാക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളി വിട്ട പോലെ ഇങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് 37 വയസ്സുള്ളവർ ഇങ്ങനെയൊക്കെ പറയണ സോണി സണ്ണികളെ തന്ത്യം തള്ളയായിരുന്നു കുട്ടി വാങ്ങിപ്പിച്ച് കൊല്ലിച്ചിട്ട് നിങ്ങൾക്കും പിടിച്ച് നിൽക്കണതിൻ്റെ വിപരീതം കാണിച്ചിട്ട് ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് കൊല്ലിച്ചിട്ട് എന്നിട്ട് അതെങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവും? അത് തമ്മിൽ ശത്രുത ഉളവാക്കല്ലേ, തമ്മിൽ അവർ കൊല്ലിച്ച്. ഇപ്പോൾ ഞാൻ ആദ്യം മുതൽ എന്താ പറഞ്ഞത്, BJP-കാരൻ സജിലേഷിൻ്റെ ഭാര്യ വേഷസ്ത്രീയായി. ഇപ്പോൾ BJP-കാരെ അവരുടെ ഗ്രൂപ്പ് തന്നെ ഈ BJP ആയ സജിലേഷിനെ വെട്ടിക്കൊന്നു അല്ലേ? അപ്പം തമ്മിൽ കൊല്ലിക്കുന്നത് പിടിച്ചു നിൽക്കലാണോ? അപ്പം നിങ്ങളുടെ റിലീജിയൻ ദൈവമല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തിനാണ് അതും വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ? ക്രിസ്ത്യാനിറ്റിയിൽ ആരെങ്കിലും തമ്മിൽ കൊല്ലണ്ട? യഹൂദിയ ക്രിസ്ത്യാനികൾ, പെന്തക്കോസ്ത് ക്രിസ്ത്യാനികൾ തമ്മിൽ ആരും കൊല്ലിയ ചരിത്രം കേട്ടിട്ടുണ്ട? റോമൻ കാത്തലിക്സ് ചെയ്തത്, റോമൻ കാത്തലിക്സ് ഗുണ്ടകൾ, ഹിന്ദുസ് മുസ്ലിംസ് തമ്മിൽ അടികൂടി ഖുറാൻ എഴുതി നടക്കണ ശിവനും മണ്ടാരപ്പെട്ട് പാർവതി ഡ്രഗ് അടിച്ച് നടക്കണവർ, ഖുറാൻ എഴുതി തമ്മിൽ അടികൂടണവർ, അമർചിത്രത വായിക്കണവർ.
എന്തോ ലക്ക് കെട്ട് ഈ ശോഭന കോപനൊക്കെ ഉണ്ട്, സ്വന്തമായിട്ടൊന്നും ചെയ്യാറില്ല. എന്തോ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് കാണിച്ചിട്ട് എല്ലാം കണ്ണിൽ പൊടിയിടാണ്. കുറേ ഡ്രഗ് കൊല്ലിച്ച് നടന്നു എൻ്റെ ഇടയിൽ ഈ വർഷങ്ങൾ മൊത്തം ഇവിടെ വരെ. ഈ ഹിന്ദുസും മുസ്ലിംസും റോം കാത്തലിക്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വേറെ രീതിയിൽ കാണിച്ചിട്ട് അവരുടെ പേരൊന്നും ഉപയോഗിക്കാനല്ലേ. എന്നിട്ട് ഈ ജീവനില്ലാത്ത അവാർഡ് മേടിച്ചിട്ട് എന്ത് കാര്യം? വളഞ്ഞ മോന്ന് ചിരി വെച്ചിട്ട് ജീവനില്ലാത്ത അവാർഡ്, ജീവനില്ലാത്ത മ്യൂസിക്, ജീവനില്ലാത്ത ഡയലോഗ്, എവിടെ കൊന്നു, ഡ്രഗ് അടിച്ചു, അവിടെ റേപ്പ് ചെയ്തു, അവിടെ ചെയ്തു, വൃത്തികെട്ട സംസാരം. അവർക്ക് തലയ്ക്ക് വെളിവില്ല, മുഖത്തിന് വെളിവില്ല. അതുകൊണ്ട് ഏതോ ഡ്രഗ് അഡിക്സ് പറയിപ്പിച്ച ഡയലോഗ് പറയിച്ചിട്ട് അത് പഠിക്കാന്ന് പറയാൻ പറ്റില്ല. അവർ പഠിച്ചിട്ട് ഡ്രഗ് അടിച്ച് കൊന്നിട്ട് അത് ഡ്രഗ് അടിച്ച അവാർഡ്, ഡ്രഗ് അടിപ്പിച്ച് അവരെ കൊണ്ട് കൈയടിപ്പിക്കുക. ഇതിനൊക്കെ അവാർഡ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ആരും എന്നോട് പറയിപ്പിക്കാനുള്ള. എന്നിട്ട് കുറെ കൃത്രിമത്തിനെ നാച്ചുറലായി വന്നതിനെ കൃത്രിമം കാണിച്ച് അനുകരിച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കാണ്. എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ലേ? പറയിപ്പിക്കാണ്ടായി പറയണം അല്ലേ. ശരിക്കുള്ള കാര്യം നല്ലോണം അറിയാം. നിങ്ങളാണ് പരീക്ഷയിൽ പൊട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഡ്രഗ് അടിച്ച് 96-82 മാർക്ക് കിട്ടിയാൽ മതി, അപ്പോഴും ഡ്രഗ് അടിച്ചിട്ട് നടക്കും. കോപ്പി അടിച്ച് സാധാ ടെസ്റ്റിൽ 72% കിട്ടിയിട്ട് ലാസ്റ്റ് ഫൈനൽ എക്സാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് വിട്ടിറങ്ങാൻ പോകുമ്പോൾ 55% പഠിച്ചിട്ട് ഇറങ്ങിപ്പോകും. ഞാനതല്ല ചെയ്തത്. 0 മാർക്ക് കിട്ടിയാലും 49% കിട്ടിയാലും ഞാൻ കോപ്പി അടിക്കില്ലേ. കോപ്പി അടിക്കാത്തതുകൊണ്ട് തന്നെ പറയണേ. ഞാൻ ഫുൾ അവിടെ 19 ദിവസമാണ്, ലാസ്റ്റ് 19 ദിവസം വെച്ചിരുന്ന് പഠിച്ച് വേറെ ശ്രദ്ധയിലാണ് പഠിച്ച എല്ലാ സബ്ജക്റ്റുകളും 4 സബ്ജക്റ്റുള്ളൂ പെട്ടെന്ന് തീർത്തിട്ട് അതിനുള്ള മാർക്ക് കിട്ടി. 49 നിന്ന് 62% കിട്ടും. നിങ്ങളോ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടി അല്ലേ. നിങ്ങളെന്താ ചെയ്യണേ? നിങ്ങൾ എന്താ ചെയ്യണം? അത് വേറെ 58 പിന്നെ 10% നിങ്ങൾ കോപ്പി വിചാരിച്ചിട്ട് കോപ്പി അടിച്ച് 72% മിഡ് ടേം ചെറിയ ടെസ്റ്റിൽ മേടിച്ചിട്ട് നേരെ 72 55% കിട്ടണേ. സെക്കൻഡ് ക്ലാസ്സിൻ്റെ കൂടെ അടുത്ത് വരണല്ലേ. അപ്പം നിങ്ങൾ ആയിരുന്നു കൂട്ടി വാങ്ങണം. നിങ്ങളുടെ പഴകിയവർ അനുകരിക്കുക. നിങ്ങൾ പഴകിയവർ അനുകരിച്ച് നടക്കണതിനാണ് കിട്ടേണ്ടത് നിങ്ങൾക്ക് അല്ലേ. പഴകിയവർ പല ഗോഷ്ടികൾ കാണിക്കും തമ്മിൽ ആയിരുന്നു കൂട്ടി വാങ്ങണതിൽ. പല മണ്ടന്മാരെ ഹിന്ദുസ് കുറവേരുണ്ട് ഇതുപോലെ. BJP തമ്മിൽ ആയിരുന്നു കൂട്ടി വാങ്ങിച്ച് കൊല്ലിക്കണം കണ്ടിട്ട് റോമൻ കാത്തലിക്സ് മാറിയ മണ്ടന്മാരുണ്ട്. ശരിക്കുള്ള പെന്തക്കോസ്ത് ക്രിസ്ത്യാനാണെന്നറിയാം, അല്ലെങ്കിൽ ശരിക്കുള്ള യഹൂദിയ ക്രിസ്ത്യാനാണെന്നറിയാം. അതൊന്നും അറിയാണ്ട് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യ ചെയ്ത വെറുതെ തലയ്ക്ക് സുഖമില്ലാത്ത റോമൻ കാത്തലിക്സിലേക്ക് മണ്ടന്മാർ മാറിയവരുണ്ട്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട്. നടക്കട്ടെ ഇനി എവിടെ വരെ പോകുന്നൊക്കെ നോക്കാം. ആവശ്യമില്ലാത്ത വേസ്റ്റുകളുടെ കൂടെ ഫോട്ടോ എടുക്കും പാതിരികളുടെ കൂടെ. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പാതിരികളുടെ ആവശ്യമില്ല, എല്ലാ ദിവസവും നിന്ന് വെറുതേക്ക് വില ഇല്ലാണ്ട് ചെയ്യുന്നു, അത് ചെയ്യരുത്. നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ, പുതിയ നിയമത്തിൽ. അതിന് കൂടെ എഴുതിയ ലാസ്റ്റ് കുറെ കഴിഞ്ഞിട്ട് ഫിലിപ്പിയറിലെ ലേഖനത്തിൽ എഴുതിയുണ്ട്, ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അത് തേപിടിച്ച ചരത്തിന് തുല്യമാണ് അല്ലേ. അത് അപ്പോഴും അത് തന്നെ. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരും അറിയും, സെക്കൻഡ് കമ്മിങ് എല്ലാവരും അറിയും. പക്ഷെ ചിലർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. എന്തുകൊണ്ട്? നിർജീവമാണ് അവരുടെ തല, ബ്രെയിൻ ഉപയോഗിക്കാറിയില്ല, തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം കണക്ക് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ നടക്കാണ്. എന്തുകൊണ്ട്? പണ്ടേ തൊട്ട് തന്നത്തെ തള്ളയും ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഇരുന്നൂറ്റി വാങ്ങിയട്ടെ, അതാണ് പിടിച്ച് നിൽക്കണമെന്ന് വിചാരിച്ചാൽ അതും ഡ്രഗ് അടിച്ച് നടന്ന് തല ശരിക്കും ഉപയോഗിക്കാൻ പറ്റാണ്ടേ ഏതോ പഴകിയവരെന്തോ പറഞ്ഞു. അപ്പം അതും കേട്ട് ഇങ്ങനെ ഇരുന്നൂറ്റി വാങ്ങി കൊല്ലിച്ച് സജിലേഷിനെ BJP ആയിട്ടും BJP-കാർ തന്നെ വെട്ടിക്കൊന്നില്ലേ, അവളുടെ ഭാര്യ വൈശ്യസ്ത്രീ ആയില്ലേ, ആ ടൈപ്പിൽ. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും അവരുടെ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് അവരുടെ മരവിച്ച് അവരുടെ നിർജീവമായ തലയിൽ കയറ്റി വയ്ക്കും. മാറാൻ തയ്യാറല്ല. ക്രിസ്ത്യാനിറ്റിക്ക് മാറാനല്ല പറഞ്ഞേ, ആ തല്ലി ഉടക്കാറിയില്ലേ, നിർജീവമായത് തല്ലി ഉടക്കാറിയില്ലേ. ഡ്രഗ് അടിച്ച് നടക്കും, അത് നിർജീവം. പലതും ഒന്ന് നിർജീവം, ജീവമില്ലാത്ത വിഗ്രഹങ്ങൾ, നശ്വരമായത്, എല്ലാത്തിനും അത് ദൈവം ചലിച്ചിരിക്കുക. തമ്മിൽ കൊല്ലിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെങ്ങനെയാണ് ദൈവമാവണേ? ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. യഹോവ അങ്ങനെയാണ്. ഉറക്കത്തിന് പിന്നോക്കം, ദേഷ്യത്തിന് പിന്നോക്കം, എന്തെങ്കിലും അധിഷ്ഠമായി നിലനിർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേ തീരുമെന്നുള്ള, എത്ര സമയം എടുത്താലും ആ കിട്ടിയേ തീരുമെന്നുള്ളൊരു ഇതുണ്ട്. അതാണ് ജലസ് എന്ന് പറയുന്നത്. ജലസ്സാണ് ZDALOUS. ഉറക്കത്തിന് പിന്നോക്കമാണ്, ദേഷ്യത്തിൽ പിന്നോക്കമാണ്. ബോധത്തോടെ കാര്യം ചെയ്യുക. എന്തെങ്കിലും ചെറിയൊരു നിങ്ങൾ മിസ്റ്റേക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് മാറ്റിയ വേറെ രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുവരാനുള്ള ബോധത്തോടെ എന്തെങ്കിലും ചെയ്തിട്ട് അത് അധിഷ്ഠിതമായി നിൽക്കാൻ പ്രയത്നിക്കും. അതാണ് യഹോവ എന്ന് പറയുന്നത്. അത് കുടിച്ചിട്ട് ഡ്രഗ് അടിച്ചിറങ്ങാൻ അള്ളയല്ല. മുഹമ്മദ് കുടിച്ച് ഡ്രഗ് അടിച്ചിറങ്ങുന്ന വേശ്യകളുടെ കൂടെ അബോർഷൻ ചെയ്യിപ്പിച്ചിട്ട് ഖുറാൻ എഴുതിയതാണ്. അതുപോലെ തന്നെ ശിവനും ബാക്കിയുള്ള വിഷ്ണുവും അവൻ്റെ പണ്ടാരം പിടിച്ച കുയ്യപ്പനും മന്ദബുദ്ധികളും അബോർഷൻ ചെയ്യണ പാർവതികളും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവർ തമ്മിൽ കൊല്ലിക്കണവരെങ്ങനെയാണ് ദൈവങ്ങളാവണേ?
അത് ഞാൻ എന്നെ എക്സാമ്പിൾ എടുത്തോ. ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് 20 വർഷം നടന്നിട്ട് പെണ്ണുങ്ങൾ അബോർഷൻ ചെയ്ത് പിൽസ് കഴിപ്പിച്ച് കുറേ മുഹമ്മദ് ചെയ്യണ പോലെ ഖുറാൻ തമ്മിൽ അടികൂടി തമ്മിൽ കൊല്ലിച്ച് നടന്നു. അത് ചെകുത്താൻ വിഡ്ഢികളല്ലേ ചെയ്യുക, തലയ്ക്ക് വിവരമില്ലാത്തവര്. ഒന്നിച്ച് അധിഷ്ഠമായി നിൽക്കാൻ പ്രയത്നിക്കുക അവര്. ഡ്രഗ് അടിച്ച് നടക്കണവർ ഇങ്ങനെ പിടിച്ച് നിൽക്കാന്നാവും. പെണ്ണുങ്ങളിത് പറയൂ. എന്നിട്ട് പോകുന്നില്ല. ഹിന്ദു വേർഡാണ്, ഹിന്ദി വേർഡാണ് ഗാഡു എന്ന് പറഞ്ഞ. ഗോഡിന് ഗോഡ് തന്നെ പറയണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ വില ഇല്ലാണ്ടവർ പറഞ്ഞിട്ടെന്ന കാര്യം. നിങ്ങളുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയും സമയമുണ്ട് മാറാൻ. ഗാഡ് എന്ന് പറയുന്ന പോലെ ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നത് ഹിന്ദി ഗുഡ്കകൾ ഉപയോഗിക്കണതാണ്. ഞാൻ ഗുഡ്ക കഴിച്ചു നടക്കണല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെയാ തിരിയെ? അതുകൊണ്ടല്ലേ ഈ പറയേണ്ടി വരണേ. ഞാൻ ഈ വാക്കുകൾ ആരും ഉപയോഗിച്ചിട്ടില്ല. എന്നെയോ ബാക്കിയുള്ളവർ ആരും ഹിന്ദിക്കാരെ വരെ ഉപയോഗിക്കണല്ലോ. അല്ല വേറെ ഗാഡ് ഗൂഡു ബാഡു ഡീഡു ഊമൻ ഗൂമൻ ഗീമൻ ടാമൻ മുസ്ലിം ഞാൻ പറഞ്ഞു നടക്കണല്ലോ. പിന്നെ ഇയാടെ എനിക്ക് തിരിച്ചു എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല തന്നെയാണ്. പറഞ്ഞു നടന്ന് ഡ്രഗ് അടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയൂ ശിഖണ്ഡികൾ പറഞ്ഞു നടക്കണ്ടായിരുന്നു, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയൂ. എല്ലാം മൊത്തം ലക്ക് കെട്ട് നടക്കണവര്. എന്നിട്ട് അവർക്കൊക്കെ 300+ എന്തെങ്കിലും യാതൊരു മിറാക്കൾ മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 300+, 200+ ഇയേഴ്സ് ജീവിക്കാനുള്ള 100 ഇയേഴ്സ്+ ജീവിക്കാനുള്ള ഗിഫ്റ്റ് കിട്ടണം അവർക്ക്. പാസ്റ്റും ഫ്യൂച്ചറും അല്ലാതെ പറയണേ. പ്രസന്റ് ഇപ്പൊ പോയിക്കോണം അധിഷ്ഠമായി നിൽക്കണ രീതി പറയണം. അന്നേ തൊട്ടുള്ളത് അധിഷ്ഠമായി നിൽക്കുന്നത് ഇല്ലെന്ന് പോകുന്നത്. അപ്പൊ അതിന് കുറച്ച് പറയും ഈ വിഡ്ഢികൾക്ക് എല്ലാവർക്കും 300 കൊറോണ നിത്യജീവൻ ആന്റിബയോട്ടിക് കൊറോണ കിട്ടിയ പോലെ അതിന് ഡിറൈവേറ്റീവിന്റെ 200+, 100 വർഷം ജീവിച്ചും ചരിച്ചോ, 69 വർഷം ജീവിച്ചും ചരിച്ചോ, അത് പ്ലസ് 200+ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വിഡ്ഢിത്തം കാണിച്ച് നടന്നവർക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ? നിർജ്ജീവമായി നടക്കണവർക്ക് കാര്യമുണ്ടോ? ഈ മുസ്ലിമും മാമുക്കോയെ തന്നെയല്ലേടാ പറപ്പിച്ച് ലക്ക് കെട്ട് ഡയലോഗ് പറയണവര്. അത് കൃത്രിമമായ മെറ്റീരിയലിസ്റ്റിക്. അവിടെ കൊന്നു ഇവിടെ കൊന്നു മറ്റേത് ചെയ്തു ഇത് ചെയ്തു ഡ്രഗ് അടിച്ച് കൊല്ല ചെയ്തു. ഇതന്നെയല്ലേ നിങ്ങൾ കാണണേ? ഇതന്നെ നിങ്ങൾ ലൈഫ് നിരങ്ങി നീങ്ങണേ. ലൈഫ് എന്ന് പറയാൻ പറ്റുമോ അതിനെ? തമ്മിൽ കൊല്ലിക്കുന്നത്. എൻ്റെ യൂട്യൂബിൽ എന്തായാലും ഇത്രത്തോളം എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഡാഡിയുടെ മമ്മിയുടെ പണ്ടത്തെ കല്യാണ വീഡിയോ തൊട്ട് എൻ്റെ എല്ലാ ഇപ്പോഴത്തെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഒരു 20,000 പേരെ വ്യൂസ് ഉണ്ട്. ഇതിൽ എൻ്റെ യൂട്യൂബിൽ 20,000 വ്യൂസ് ഉണ്ട്. അത് ഞാൻ കണക്ക് കൂട്ടി നോക്ക് നിങ്ങൾ. എൻ്റെ യൂട്യൂബ് എടുത്ത് കാണാം 20,000 വ്യൂസ് ടിൽ നൗ എന്ന് കാണിക്കും. 20,000 വ്യൂസ്. അപ്പോൾ ലോകം മൊത്തം കേൾക്കേണ്ടതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവണ്ട? ലൈക്ക് കിട്ടണമെന്നില്ല, 1-2 ലൈക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ വിചാരിക്കും 30 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വ്യൂസ് നോക്കി അതിൽ കാണുമ്പോൾ നോക്കി കാണാം 20,000 വ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അന്ന് 2022 8,000 വ്യൂസ് ആയിരുന്നു. 8,000 എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയണം 8,000 വ്യൂസ് 2022. ഇപ്പം 2026 ആയില്ലേ? അപ്പം എത്ര വ്യൂസ് അതിൻ്റെ? എൻ്റെ ഞാൻ മറ്റേ അനാലിറ്റിക്സിൽ നോക്കിയാൽ കാണാം ഇൻസ്റ്റാഗ്രാം 8,000 വ്യൂസ് 2022. അപ്പോൾ 2026 ആയി. 4.5 വർഷം തീർന്നു. അപ്പോൾ എത്രത്തോളം വ്യൂസ് അതിൻ്റെ? ഒരു 10,000 50,000 അതിൻ്റെ. അപ്പോൾ യൂട്യൂബിൽ 30 സബ്സ്ക്രൈബേഴ്സ് കാണാൻ വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ നശ്വരമായ എനർജിയിൽ നിരങ്ങി നീങ്ങിയിട്ടുള്ള മണ്ടത്തരം വിചാരിക്കണ്ട. അതിന് 20,000 വ്യൂസ് ഉണ്ട് എൻ്റെ യൂട്യൂബിൽ. മനസ്സിലാവുണ്ട്? 20,000 വ്യൂസ്. അത്ര എനിക്ക് അറിയില്ല. 2K ആണോ 2+K ആണോ എന്നൊന്നും അറിയില്ല. 20K ആണോന്ന് അറിയില്ല. 20,000 വ്യൂസ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ വിഡിത്തം കാണിക്കണം അതിന് എത്രത്തോളം ഉണ്ടത്. ആരും കമന്റ് ഇടില്ല. എന്താ വെച്ചാൽ കമന്റ് ഇടാൻ അവർ ധൈര്യപ്പെടില്ല. എന്താ വെച്ചാൽ ശരിക്കും നിങ്ങളാണ് വിഡിത്തം ചെയ്യുന്നത്, തമ്മിൽ കൊല്ലിച്ച് ഇല്ലാണ്ടാവണത്. ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ ആരും അതിന് ഇടയിൽ കമന്റ് ഇടില്ല. ഫേക്ക് എന്തൊക്കെയാണോ കൃത്രിമം ഉണ്ടോ അതിൻ്റെ ഇടയിലാണ് വിഡ്ഢികൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കണേ. ശരിക്കുള്ള മെസ്സേജ് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കമന്റ് ഇടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ നന്നാവ് എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വാ. അങ്ങനെ ഒരു റിപ്ലൈ അവർക്ക് കിട്ടുമെന്ന് അറിയാം. ഞാൻ ആ കമന്റ് വക വെക്കണോ ഇല്ല എന്നറിയാം, ഡിലീറ്റ് ചെയ്യുമെന്ന് അറിയാം. നിങ്ങൾ ആദ്യം നന്നാവ് എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വാ. അതേ ഞാൻ പറയുള്ളൂ. മലയാളത്തിനടുത്ത് അവർ ചിലപ്പോൾ കമന്റ് ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം കമന്റ്. നിങ്ങൾ ആദ്യം നന്നാവ് എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വാ. മനസ്സിലാവണ്ട? മൂമ്മ എന്ന് ഇത് പറയില്ല. അവർ മുസ്ലിം ഹിന്ദു റോമൻ കാത്തലിക് തെറ്റിൽ ഉരുണ്ട് കളിക്കണവരാണ്. അവർ നിങ്ങൾ നന്നായിട്ട് എന്നെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ അർത്ഥം ഉണ്ടാവില്ലേ?
എന്നുവെച്ചാൽ അവർക്ക് പെർഫെക്ഷൻ ഇല്ലേ, അവരാരും കോപ്പി ചെയ്യാൻ പോകണല്ലേ. ഈ ശിഖണ്ഡികളെ ആരാധിച്ച് നടക്കൽ തന്നെ പണി. തെറ്റിൽ ഉരുണ്ട് കളിക്കുക, അത് ശരിയല്ല. തെറ്റ് ആവർത്തിക്കരുത് പറഞ്ഞിട്ട് നിങ്ങൾ ആവർത്തിക്കാതിരിക്കണം. അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര മുതിർന്നിട്ട് പഴകിയവരായിട്ടും തലയ്ക്ക് പക്വത വെച്ചിട്ടുള്ളെങ്കിൽ മരവിച്ചിരിക്കുകയാണെങ്കിൽ, നിർജീവമായതാണ് തലയിലാണെങ്കിൽ ഒരു കാര്യമില്ല. ഈ ജീവിതമോ വേസ്റ്റ് ജീവിച്ചിട്ട് വേസ്റ്റിന് നിരങ്ങി നീങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവുമുള്ളേ. തറപ്പിച്ച് പറഞ്ഞണ്ടേ. പിന്നെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. എന്തായിട്ട് പറഞ്ഞേ? അതും ഇതും നിങ്ങൾ മലയാളികളായിട്ട് നിങ്ങൾക്കാണ് നാണക്കേട് അല്ലേ? ഞാൻ മലയാളി പാരൻസ് ഉണ്ടായത് ആസാമിലെ നോർത്ത് ഇന്ത്യ, ഹിമാചൽ പ്രദേശും ഡൽഹിയൊന്നും ഇവിടെ വരാനല്ലേ. അവരെല്ലാം ഗുഡ്ക ഹിന്ദി ഇരിക്കും, ഡ്രഗ് അടിച്ച് നിങ്ങളുടെ പോലെ തന്നെ, ഹിന്ദുസിൻ്റെ പോലെ. നിങ്ങൾ മലയാളികളായിട്ട് എന്നോട് സംസാരിക്കണം എൻ്റെ മുഖത്ത് നോക്കി അല്ലേ? ഞാൻ മലയാളി പാരൻസ് ഉണ്ടായത്. മലയാളി പാരൻസ് പറഞ്ഞാൽ യഹൂദിയ കണക്ഷനുള്ള ക്രിസ്ത്യാനിറ്റി കിടക്കണ തൃശ്ശൂരും കൊച്ചിയൊക്കെ കിടക്കുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് പലരും ഹിന്ദുസായിട്ട് താഴെ പോയിട്ടുണ്ടോ, മുകളിലോട്ട് പോയിട്ടുണ്ടോ. പക്ഷെ അതിൽ വ്യതിചരിക്കാൻ പാടില്ലേ, തെറ്റ് കാണിക്കാൻ പാടില്ലേ. ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ നടന്ന് നിലനിന്ന് പോകുമ്പോൾ, പുരോഗമനം പോകുമ്പോഴാണ്, ചേർന്ന് പോകുമ്പോഴാണ് വരണത്. അല്ല അന്തരം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ല ഡിഫറൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈർഷ്യ, വൈരാഗ്യം, ദേഷ്യം, നശ്വരമായത്, നിർജ്ജീവം, നിരങ്ങി നീങ്ങൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ മലയാളികളായിട്ട്, ഞാൻ മലയാളി പാരൻസ് ഉണ്ടായതായിട്ട് നിങ്ങൾ എൻ്റെ ഒന്ന് മുഖത്ത് നോക്കി ധൈര്യമായിട്ട് സംസാരിക്കാനും പറ്റണല്ലേ. വളി വിട്ട മോന്തി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയും തൊട്ട് ഞാൻ കാണുന്നുണ്ട്. വളി വിട്ട മോന്തയോട് ആരെയും സംസാരിക്കാൻ പോവോ വിഡ്ഢികളല്ലാണ്ട്? ആ ജസീമിൻ്റെ മോന്ത കണ്ടിരുന്നു ഞാൻ. സ്വന്തം തന്ത അടുത്ത് കിടക്കുമ്പോൾ പൊതുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വളി വിട്ട ശബ്ദം കേട്ടിട്ട് ഇരിക്കണ ശബ്ദം പോലെ മോന്ത പോലെ ഉണ്ട് അവൻ്റെ മോന്ത ആ സമയത്ത്. അത് പറഞ്ഞ വളി വിട്ടിരിക്കണ മോന്തയോട് ആരെങ്കിലും ബോധമുള്ളവർ സംസാരിക്കാൻ പോവോ? വളി വിട്ടവരല്ലാണ്ട്. അപ്പൊ അതന്നെ പറഞ്ഞത്. നിങ്ങൾ മലയാളികളായിട്ട് തുറന്ന് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ ചേർന്ന് പോകുമ്പോഴാണ് ഇത് വരുന്നത്, പുരോഗമനം നിലനിൽപ്പം വരുന്നത്. അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞിട്ട് വന്നു, അല്ല 1.25 വർഷം കഴിഞ്ഞിട്ട്, 9 മാസം കഴിഞ്ഞിട്ട് വന്നു, 9 മാസം കഴിഞ്ഞ് വന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള വരണേൻ്റെ രീതി പറഞ്ഞത്. എനിക്ക് സൺഡേ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സൺഡേ കാണാന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എൻ്റെ രീതിയിൽ പറഞ്ഞാൽ നമ്മളൊരു ഗെറ്റപ്പൊക്കെ ആയിട്ട് വന്നിട്ട് അടുത്ത സമ്മർ സീസൺ സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ സമ്മർ സീസൺ. അടുത്ത സമ്മർ സീസണിൽ നമുക്ക് കാണാമെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ അപ്പോഴേക്കും നിർജ്ജീവമായി ആരാധിക്കുന്ന സൺഡേന് കണക്ക് കൂട്ടും. നിങ്ങൾ നിർജ്ജീവമായതായാലും കണക്ക് കൂട്ടണം. നിങ്ങൾ തന്തിയും തള്ളയും കുടിച്ചിട്ടാക്കി നടന്നു, പിടിച്ചു നിൽക്കുന്ന തെറ്റിദ്ധാരണ, നിർജ്ജീവമായത് കുടിച്ചിട്ടാക്കി നടക്കുന്ന കൊല്ലിക്കുന്ന അന്ന് വിചാരിച്ചിരിക്കല്ലേ തെറ്റിദ്ധാരണ. അപ്പം അതാണ് വിചാരിച്ചിരിക്കും. അപ്പോൾ ഓരോ കാര്യം മനസ്സിലാക്കുക, ആരെന്താ പറയണതെന്ന്. ഇത് അതല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെയും അതിൽ തന്നെ ഈ തെറ്റിൽ തന്നെ എന്താ പറയുന്നത്, ദുഷാട്യം അതിൽ തന്നെ പിടിച്ച് നിൽക്കണം. അതിലൊരു കാര്യമില്ല. വെറും നിരങ്ങി നീങ്ങലാവും, വേസ്റ്റാവും നിരങ്ങി നീങ്ങിയത്. എത്ര വയസ്സായ ആരായാലും മെല്ലെ ഡ്രഗ് അടിച്ച് കുറിച്ച് കുട്ട കന്നഡ ആരെങ്കിലും ഇത് പറയുമോ? അവരുടെ ഭാഷയിൽ വൃത്തികെട്ട വാക്കുകളല്ല അവരുടെ വായിന്ന് വരെ. അവർക്ക് കുറച്ചിലുണ്ട്, അവരുടെ തന്തിയും തള്ളയും പറയിപ്പിച്ച വാക്കുകൾ അതും കൊണ്ട് നടന്നിട്ടാണ് മലയാളികളും കുറെ തെരഞ്ഞു കുട്ടി ചാവുണ്ട് അവിടെ കൊല്ലിച്ച്. ഈ ഹിന്ദു മുസ്ലിം ഇതൊക്കെ ഉണ്ടല്ലോ, മുസ്ലിം റോമത്തിരിക്കെ കലർന്ന് അവിടെ കിടന്ന് അവിടെ വൃത്തികെട്ട വീക്കസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വക സംസാരം കൊണ്ടുവന്ന് ഒരു രീതിയിൽ അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന രീതിയാണ്. അവിടെയൊക്കെ നിങ്ങൾ നിരങ്ങി നീങ്ങി എവിടെയും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ വൃത്തികെട്ട സ്വഭാവം എൻ്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ അവിടുത്തെ സ്വഭാവം അനുകരിച്ചിട്ടും ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഞാൻ സാറിനോട് സംസാരിച്ച രീതിയിൽ വരണ രീതിയിൽ എന്തെങ്കിലും വരാണെങ്കിൽ അങ്ങനെ ആയിന്നെങ്കിൽ അതിൽ നിലനിൽപ്പുണ്ടെങ്കിൽ അതിൽ പുരോഗമനം ഉണ്ടെങ്കിൽ ചേർന്ന് പോകണ്ടെങ്കിൽ കാര്യം. അല്ല അന്തരം ഉണ്ടായിട്ട് കാര്യമില്ല, ഡിഫറൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞു എനിക്കിങ്ങനെ ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ പാക്കിങ്ങും ജനറിക് ലേബലിംഗ് ഐറ്റം സ്കാനിങ് ഷിഫ്റ്റിംഗ് ലോഡിങ് ആണെങ്കിൽ അത് തുടർന്ന് പോകണമെങ്കിൽ നിലനിന്ന് പോകണമെങ്കിൽ പുരോഗമനം ഉണ്ടെങ്കിൽ കുറച്ച് നേരം നാളെങ്കിലും പുരോഗമനം ഉണ്ടെങ്കിൽ അതിന് ചേർന്ന് പോണ രീതിയിലാവണം പോണത്. സംസാരിച്ച് എന്തെങ്കിലും ഭാഷ വ്യത്യാസമാണെന്നില്ല, ഞാൻ കുറിച്ചിറക്കാൻ പോകണില്ലല്ലോ. അന്തരം ഉണ്ടാവാൻ പാടില്ല, അന്തരം പാടില്ല, ഡിഫറൻസ് പാടില്ല. ഡിഫറൻസ് പല രീതിയിലുണ്ട്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അങ്ങനെയല്ല, ഡിഫറൻസ് പാടില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പം മനസ്സിലാക്കാൻ പഠിക്കും.
വീക്കസ്റ്റ് പോയിന്റിൽ സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് മലയാളികൾക്കാണ് നടക്കണത്. ഞാൻ ഗാർഡ് കൂടും നിങ്ങളെ ഗാർഡ് കൂടും പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഹിന്ദി ഞാൻ പറയണോടും ഇല്ല. മലയാളി പാരൻസ് ഉണ്ടായിട്ട് നിങ്ങൾ അതിന് മുഖത്തൊക്കെ സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഗാർഡ് കൂടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് മലയാളികൾക്ക് തന്നെയാണ് നാണക്കേട്. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നരങ്ങി നീങ്ങി എന്നുള്ളപ്പോൾ സാദൃശ്യം അത് നരങ്ങി നീങ്ങണതിൻ്റെ അർത്ഥമാണത് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. ഒരു സ്പെഷ്യലായിട്ട് വന്നിട്ട് എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ചിട്ട് ഫേക്ക് അവാർഡ് മേടിച്ച് ജീവനില്ലാത്ത ഗോഷ്ടി കാണിച്ചിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത ആളെ തന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളെ തെറ്റുകാര്. എന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടുകാരെയോ എന്നെയോ ബാക്കിയുള്ള ഡ്രഗ് അടിച്ച് ഞാൻ പറയാൻ പോയിട്ടില്ലേ, പരീക്ഷയിൽ പൊട്ടിയാലും എന്ത് കിട്ടിയാലും അതൊക്കെ പറഞ്ഞു. അതുപോലെ മൈനറും സീനിയേഴ്സിനെയും ഒന്നിനും കൊള്ളാത്തവരല്ല കൊണ്ടുവരേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാഷ ശകുന എന്താ പറയില്ലേ നിങ്ങൾ, ആ ടൈപ്പിൽ ഓരോന്ന് കൊണ്ടുപോയിക്കാണ് വിവരമില്ലാത്തവരെ. ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കലർപ്പ് വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. പിന്നെ എന്താ പറയാനുള്ളത്, ഞാൻ എൻ്റെ കാര്യം സ്വന്തം കാര്യം ചെയ്യണ്ടല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് കുഴപ്പം? അമ്മയുടെ കൂടെ നടക്കണം എല്ലാവരും കൊണ്ടുവരിക. കൊടവയറുള്ള 37 വയസ്സുള്ളവർ 78 വയസ്സുള്ളവർ പോലെ അനുകരിക്കണവരെ കൊണ്ടുവരിക. ഒരു യങ്നെസ്സിൻ്റെ അർത്ഥം അറിയില്ലേ? എൻ്റെ രീതിയിൽ ഒരു രീതിയുണ്ട്. എത്ര വയസ്സായാലും എൻ്റെ ബോഡിയുടെ പ്രകൃതി അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം ചുരുങ്ങമായിരിക്കും. ചിലപ്പോൾ എൻ്റെ മുഖം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. മുടി വളർന്നു വരുമ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള തെളിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് പ്രത്യേകത. അത് എത്ര വയസ്സായാലും എൻ്റെ ഒരു ഘടന അങ്ങനെയായിരിക്കും. നിങ്ങൾ വേറെ തിരിമറി പ്രതീക്ഷിക്കണ്ട. ഞാൻ എവിടെ ചെന്നാലും ജോലി ചെയ്താലും എവിടെയാണെങ്കിലും എൻ്റെ ഒരു ഘടന അങ്ങനെയായിരിക്കും, ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അങ്ങനത്തെ ജീൻസൊക്കെ ഇസ്രായേലിൽ നിന്ന് വരേണ്ടതൊക്കെ പറഞ്ഞു. പിന്നെന്താ എൻ്റെ ഇടയിൽ പറഞ്ഞേ, മുസ്ലിംസ് അവർക്ക് ബൈബിളായിട്ട് ബന്ധമില്ല. അവർ യേശുവിനെ കുറിച്ച് പറയില്ല. അവർ തമ്മിൽ അടി കൂടാനേ പറയുള്ളൂ, എരന്ന് കൂട്ടി വാങ്ങിച്ച് കൊല്ലിക്കാനേ പറയുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അത് തെറ്റാന്ന്. പ്രത്യേകിച്ച് ഹിന്ദുസും റോമൻ കാത്തലിക്സ് വിപരീതം ചെയ്യണവരും എത്ര പറഞ്ഞു തന്നിട്ട് വേസ്റ്റിൽ ഉരുണ്ട് കളിച്ചിട്ട് അത് ശരിയാന്ന് പറയണവർ പറയുന്നവരുന്നല്ലേ വളി വിടണവർ. ശരിയാന്ന് പറയാന്ന് പറയാൻ പറ്റുമെങ്ങനെ? തെറ്റിനെ ശരിയെന്ന് വളി വിടണ പോലെയല്ലേ, അർത്ഥമില്ലാത്തതിൽ പറയാൻ. ഷോർട്ട് ഫോംസ് ബൈഹാർട്ടാക്കി പറയുന്നതല്ല ശരി, ബൈഹാർട്ടാക്കി നോക്കി പറയിപ്പിച്ച് പറയുന്നതല്ല ശരി. പറയിപ്പിക്കാണ്ട് പറയും. ഒരു സമയം വന്നു കഴിഞ്ഞാൽ, ഒരു തികവ് വന്നു കഴിഞ്ഞാൽ ആരും പറയിപ്പിക്കാണ്ട് പറഞ്ഞ പാതിരികളുണ്ട്. വേറെ വൃത്തികേട് ചെയ്ത് ഓരോ വിവരില്ലായ്മ കൊണ്ട് കയറ്റിച്ചിട്ട് അതിൻ്റെ കൂടെ പൂമോദീസും എല്ലാം കൂടി കയറ്റി ശരിക്കുള്ള മുങ്ങി നിവരലൊന്നും ചെയ്യാണ്ട് ഗോഷ്ടി കാണിച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ശരിയാവില്ല. അത് ബൈബിളിന് വിപരീതമാണത്. വിപരീതം ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങൾ തന്നെയാണ് ഹിന്ദു രീതിയിലുള്ള ശിഖണ്ഡികൾ ആലോചിക്കണം. മുന്തനും മന്ദനും അവൻ്റെ കോണത്തെ കുറേ മയ്യും മൊയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ഈ വാക്കുകൾ ആരെ കുറിച്ചോ എന്നെ കുറിച്ചോ എൻ്റെ മുഖത്ത് നോക്കിയാൽ ഇങ്ങനത്തെ വാക്കുകൾ ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല. മുഖത്ത് നോക്കി പറഞ്ഞെങ്ങനെയാ? ഇവിടെ അടുത്ത് വന്ന് കുറേ ഒരു 2 വർഷം 20 വർഷം വന്ന് അടുത്ത് വന്ന് സംസാരിക്കണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ലേ? ആരും എന്നോട് സബ്ജക്റ്റിനെ കുറിച്ച് കെമിസ്ട്രിയിൽ മാർക്ക് കുറഞ്ഞ, മലയാളത്തിൽ മാർക്ക് കുറഞ്ഞല്ലേ, എനിക്ക് 96 82 മാർക്ക് കിട്ടിയ, വാട നമുക്ക് മോലിക്കായ ഡ്രഗ് അടിച്ച് എടുക്കാം. ഇങ്ങനെ ആരും എന്നോട് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടില്ല, ഞാനും ഡിസ്കസ് ചെയ്യാൻ പോയിട്ടില്ല. ഒരു രീതിയിൽ നടന്നു വരും. ഞാൻ കാലോട് ഞാൻ പോലും ഒരു കൂടെയുള്ളവരൊക്കെ നോക്കും, പക്ഷെ ആരും എന്നെ ഒന്ന് പിടിച്ച് സഹായിക്കാൻ വരില്ല. അവർക്ക് വേറെ എന്തോ സെൽഫിഷ്നെസ്സാണ്, മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ്. അവർക്ക് ഇംഗ്ലീഷിലും മാത്സിലൊക്കെ മാർക്ക് കൂടുതലാണ്. എനിക്ക് 0, 10, 20, 30 മാർക്ക് കിട്ടുമ്പോൾ അവർ ചിലപ്പോൾ കോപ്പി അടിച്ചിട്ടാവും, ചിലപ്പോൾ കോപ്പി അടിച്ചില്ല 90, 82 മാർക്ക് മേടിക്കണവരാണ്. എന്നിട്ട് ലാസ്റ്റ് 19 ദിവസം മാത്സ് എനിക്ക് ഓപ്ഷൻ ഇല്ല +1 +2. അപ്പോൾ 4 സബ്ജക്റ്റ് ഒരുമിച്ച് 19 ദിവസം പഠിച്ചിട്ടാണ് 49-50% എനിക്ക് 62% കിട്ടണേ. അവിടെ ആരും എനിക്ക് നോട്ട്സ് എഴുതിപ്പിക്കാനും ആരും പറയണല്ലേ. നിങ്ങൾ വേറെ വെഡികളെ സ്വപ്നം കൊണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മക്കൾ കുടിച്ചിട്ട് അകടിച്ച് നടന്നുണ്ടാവും. അത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുത്. അപ്പം ഇല്ലാത്തതിന് ഇപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. ഒരു പൂർണ്ണ അറിവോടെ പൂർണ്ണ തികവോടെ മനസ്സിലാക്കി പോവുക, അതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഡ്രഗ് അടിച്ച് കുടിച്ച് ബോധമില്ലാണ്ട് കടന്നു കഴിഞ്ഞിട്ട് എവിടെയും വെട്ടേറ്റ് റോട്ടിൽ കടന്നു കഴിഞ്ഞാൽ അത് പിടിച്ച് നിൽക്കലിൻ്റെ വിപരീതമാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കുക.
ഇപ്പോൾ തന്നെ ബി ജെ പിക്കാർ സജിലേഷ് BJP ആയി സജിലേഷിനെ വെട്ടിക്കൊന്നു പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യ ബഹിസ്ത്രീയായി നടന്നു പറഞ്ഞില്ലേ, അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കണം. തമ്മിൽ കൊലിച്ചിട്ട് അത് പിടിച്ചു നിൽക്കലല്ല, അത് ദ്രവ്യാഗ്രഹമാണ്, സെൽഫിഷ്നെസ്സാണ്, വൈരാഗ്യം, സഹിഷ്ണുതയല്ല, ക്ഷമയല്ല, ബോധത്തോടെ കാര്യം ചെയ്യുന്നതല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ക്ഷമയോടെ സ്ട്രെങ്ത്തിൽ കാര്യം ചെയ്യുന്നവരുണ്ട്. റിലീജിയനല്ല. തമ്മിൽ കൊല്ലിച്ച് ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഡ്രഗ് അടിച്ച് കുടിച്ച് നിർജീവമായതിൻ്റെ പിന്നാലെ പോയിട്ട് വേസ്റ്റ് ആവണത് റിലീജിയൻ. അതിനെ പിന്തുടർന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് തന്നെയാവും, പുനർജന്മം ഇല്ല എന്നൊക്കെ പിന്നെ മനസ്സിലായിട്ടോടെ ആയിട്ടുണ്ട്. ഇനിയും ഇതിനെ തുടർന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റാവർത്തിച്ചുകൊണ്ടിരുന്ന പല രീതിയിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ധൈര്യമായിട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ ഇത് കാര്യമുള്ള കാര്യങ്ങളാണ് പറയണേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ എന്താ പറയാനുള്ളത്, ഒരു കാര്യം തലപ്പക്കത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ താഴെ ഇരുന്നിട്ട് തെറ്റിൽ ഉരുണ്ട് കളിക്കരുത്. ഒരു തലപ്പക്കത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മുഷിപ്പിക്കണ രീതിയിൽ അങ്ങോട്ട് ഞാൻ മുഷിപ്പിക്കാൻ പറ്റുള്ളെങ്കിൽ മുഷിപ്പിക്കാതിരുന്നാൽ കൊള്ളാം. അതിൻ്റെ തലപ്പക്കത്ത് ഒരു ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടല്ലോ ഉരുണ്ട് കളിക്കരുത്, തെറ്റിൽ ഉരുണ്ട് കളിക്കരുത്. തെറ്റിൽ ആവർത്തിച്ച് ഡ്രഗ് അടിച്ച് കൊല്ലിച്ച് തെറ്റിൽ ഉരുണ്ട് കളിക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണ്, പിന്നെ ഒരു കാര്യം അതിലുണ്ടായിരുന്നത് ഇതും പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നെയാണ് മലയാളികളായിട്ടും എൻ്റെ മുഖത്തേക്ക് സംസാരിച്ചില്ലെങ്കിൽ ഉള്ള നാണക്കേട്. അതുകൊണ്ട് എനിക്ക് ഹിന്ദിയിൽ ബന്ധമില്ല, മലയാളി പാരൻസ് ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത്, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെക്കുറിച്ച് പറയണതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. 24 വയസ്സുള്ള ആൺകുട്ടികളോട് ഇരിക്കുന്നുണ്ടായിരുന്നു 20ാമത്തെ ഫ്ലോറിൽ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ മോളിലൊരു അനുസരിച്ച് അവരുടെ ഗാർഡ് വിളിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മലയാളി നമുക്ക് പോയി സംസാരിച്ച് വരാമെന്ന് പറഞ്ഞു. അവരോട് വേണ്ട, അവരോട് സംസാരിക്കാൻ ധൈര്യമില്ല എന്നവർക്ക്. അപ്പം നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറയണമെന്ന് അറിയില്ല. എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെന്നിസാന്ന് കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ കണ്ട് സംസാരിച്ച് പരിചയമില്ല. പിന്നെ എനിക്കിങ്ങനെ പറഞ്ഞോടെ ക്യാമറ കണക്ഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ രാവിലെ വന്നോളൂ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ള പഴകിയവർ കാര്യങ്ങൾ അനുവർത്തിക്കാണ്ട് ഓരോരുത്തരെ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇയാളുടെ മുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും മുഖത്തടിച്ച് പറഞ്ഞ പോലെ എനിക്ക് ഇയാളെ അറിയില്ല. ഞാൻ പറഞ്ഞിരിക്കും, എനിക്കൊരു ഇതിലും കൂടെ വന്നാലുണ്ടല്ലോ, എനിക്ക് ഇയാളെ അറിയില്ല, കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളെ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ചിരിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പറയും എനിക്ക് അറിയേയില്ല. നിങ്ങൾക്ക് എന്നെ ഡാഡി മമ്മീനെ അറിയില്ലല്ലോ, ഇവിടെ പ്രൂഫൊന്നും ഇങ്ങനെ ക്യാമറ പ്രൂഫൊന്നും ഇല്ല എന്നല്ലേ പറയണേ. എനിക്ക് നിങ്ങളറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ അറിയേയില്ല. അതന്നെ ബൈബിൾ പറയണേ. യഹോവ ലാസ്റ്റ് എന്താ പറയാ, നിങ്ങൾ പറയണു നിങ്ങൾക്ക് യഹോവനെ ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല, നശ്വരമായി നിർജ്ജീവമായതാണ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് അവനെ അറിയില്ല. അപ്പം യഹോവ ലാസ്റ്റ് എന്താ പറയാ, ലാസ്റ്റിൽ എന്താ പറയാ, എനിക്ക് നിങ്ങളെ അറിയും കൂടി ഇല്ല എന്ന് പറയാം. മനസ്സിലായ? ഉള്ള കാര്യം നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ അറിയില്ലേ. എടാ മാമുക്കോയൊക്കെ തമ്മിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ഡ്രഗ് അടുപ്പിച്ച് നടന്നവർ അവർ പറയിപ്പിച്ച് ഡയലോഗ്സ് കൃത്രിമം ഡയലോഗ് പറയിപ്പിച്ച് വൃത്തികെട്ട ജീവനില്ലാത്ത അവാർഡ് മേടിച്ച് നടക്കുന്നവരാണ്. വീട്ടിൽ തനിയന്മാർ 3ാമത് 7ാമത് ജനിച്ചവർ. അവർക്കത് പറയേണ്ട കാര്യമില്ലേ. അവരാരും ഡ്രഗ് അടിച്ച് പറയിപ്പിച്ചിട്ട് എന്തോ കൃത്രിമം കാണിക്കാണ്. അതിനുവേണ്ടി കൈയടിക്കാൻ പോവരുത്, വിഡ്ഢികൾക്ക് വേണ്ടി കൈയടിക്കരുത്. ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറയുമെങ്കിൽ എനിക്ക് നിങ്ങളെ മുഷിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നെ മുഷിപ്പിക്കേണ്ട കാര്യമില്ല, കേട്ട കാര്യം മുഷിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ, എനിക്കും നിങ്ങൾ അറിയില്ല. നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ട് പറയുന്നത്, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങൾക്കൊരു തലയ്ക്ക് അസുഖം ഉണ്ടോ എന്ന് വരെ ചോദിക്കാൻ. നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്തേക്കേ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് എൻ്റെ ഡാഡി മമ്മീനെ അറിയില്ല എന്ന് പറയണു. നിങ്ങൾ ക്യാമറ കണക്ഷൻ്റെ കാര്യം അതൊന്നും ഏത് ക്യാമറ കണക്ഷൻ നിങ്ങൾ തന്നെ പറയണു. പ്രൂഫൊന്നും ഇല്ല, നിങ്ങളതിൽ പ്രൂഫും ഇല്ല. എൻ്റെ കയ്യിൽ 5 മൊബൈൽ പണ്ട് കാണാണ്ടായി പോയിന്റ്. അതൊക്കെ എനിക്ക് പഴയതിന് വീണ്ടെടുക്കായിരുന്നു, പുതിയത് മേടിക്കാന്ന് കണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഒളിഞ്ഞ് നോക്കണം, മൊബൈൽ പാസ്വേഡ് നോക്കണം. നിങ്ങൾ വല്ല ഫ്രോഡ് സർട്ടിഫിക്കറ്റ് ഫ്രോഡ് ജോലി ചെയ്യണവരൊക്കെയോ അത് തട്ടിക്കൊണ്ട് പോയിക്കണേ. അപ്പം അതിനും വേറെ നമ്മളൊന്നും പറയാം, പോലീസുകാരും ഡ്രഗ് അടിച്ച് നടക്കുന്ന പോലീസുകാരും ഡ്രഗ് അടിച്ചിനവരെ വീണ്ടും ഡ്രഗ് അടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യണവരും
അങ്ങനത്തെ പോലീസുകാരും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണില്ലെങ്കിലും ഞാൻ പറയാം, നിങ്ങളെ എനിക്ക് പരിചയമില്ല. സാധാരണ ഈ നിങ്ങളുടെ കൊണ്ടുപോയി നിങ്ങൾ വീണ്ടും റൂമിലേക്ക് കുടിച്ചിട്ട് അടിച്ച് നടക്കാൻ വളിവിട്ട പറയാൻ പോവല്ലേ? കാരണം നിങ്ങൾ എന്നെ അറിയില്ല എന്ന് പറയാം. പിന്നെ ഞാൻ നിങ്ങൾ അറിയുമെന്ന് പറയാ. ഹിന്ദി കുട്ടികൾ മലയാളം അറിയോ? എല്ലാം അറിയോ? ഇല്ല. ഹിന്ദി കുട്ടികൾ മലയാളം MDMA തമ്മിലായിരുന്നു കൂട്ടി വാങ്ങിച്ചു കൊടുത്താൽ എന്താ കാര്യം? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയും, നിങ്ങൾ എന്നോട് നോക്കി മൊത്തം പറയണില്ല, അപ്പം പറയിപ്പിച്ചു. അതിനുവേണ്ടി കാശ് മേടിക്കണ്ട ഞാൻ. മലയാളിയായിട്ട് മലയാളികൾക്ക് നാണക്കേടാണ് മുഖത്തേക്ക് ഇത്ര തലപ്പക്കത്ത് നിന്നിട്ട് മലയാളികൾക്ക് എൻ്റെ മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. ഇവിടെ ഹിന്ദി ടച്ച് ഇല്ല. കാരണം ഞാൻ പറയണല്ലേ, മലയാളി പാരൻസ് ഉണ്ടായത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തേക്ക് വളി വിട്ട മോന്തി വെച്ചിട്ട് എൻ്റെ മുഖത്ത് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ നാണക്കേടാണ്. കേരള ഫ്ലഡ്സിൻ്റെ നിങ്ങളുടെ മലയാളി നാണക്കേടാണ്. ഞാൻ ആരും പറയിപ്പിക്കാണ്ട് ഞാൻ സംസാരിക്കണ്ടല്ലോ മലയാളികളോടായാലും ആരോടായാലും. നിങ്ങൾക്ക് ആ ചെറുപ്പത്തിലോട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നാണക്കേടാണ്. നിങ്ങളുടെ ആയിരുന്നു കൂട്ടി വാങ്ങല്. നിങ്ങളെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടും ഇല്ല. എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഞാൻ രാവിലെ ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ ഇവിടെ 3 വർഷം മുമ്പ് നിങ്ങൾക്ക് മുൻ പരിചയവും സംസാരിച്ചോന്ന് എൻ്റെ പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെനിസ് എന്നാണ് പറയും. എനിക്കിതറിയാം, ഞാൻ ബോധത്തോടെ സംസാരിക്കാൻ അറിയാം. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഇപ്പം അറിയാം ഹാരിസ് അല്ല ഡെനിസ് ആണ്. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ടൂടെ ഇല്ലല്ലോ. വന്നിട്ടില്ല. ഞാൻ വന്നിട്ടേ ഇല്ല. എനിക്ക് നിങ്ങളുടെ പോലെ വീട്ടുകളുടെ അടുത്ത് വരേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങൾ മുൻപരിചയമില്ല. എനിക്ക് നിങ്ങളുടെ പേരെന്താന്ന് വരെ ചോദിക്കാൻ. അപ്പം നീ എന്ത് പറയും? പിന്നെ നീ തർക്കിച്ച് നിൽക്കുമോ? കണ്ടിട്ട് പറഞ്ഞാൽ കേസ് കൊടുക്കുമോ? നീ കണ്ടില്ല എന്ന് പറയണേ ഇല്ല. ഞാൻ നിങ്ങളെ കണ്ടിട്ടും ഇല്ല, നിങ്ങളെ മുൻപരിചയം ഇല്ല. നിങ്ങളെന്നെ അറിയില്ലല്ലോ. എനിക്ക് മുൻപരിചയം ഇല്ല, ഞങ്ങൾ കണ്ടിട്ടും ഇല്ല. നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി താഴെ പോവും. എൻ്റെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് സൺഡേ കുടിച്ചിട്ട് നടക്കാൻ തൊട്ട് എന്തെങ്കിലും അസുഖം വന്ന് ചത്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ പറയരുത്. അത് നിങ്ങളായിട്ടായിരുന്നു നോട്ടി വാങ്ങിയത്. ബി ജെ പിക്കാരെ കൊല്ലിക്കണ പോലെ. സജീഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഈർഷ്യ വൈരാഗ്യം വെച്ച് നടക്കണവർ. നശ്വരമായത് ദൈവങ്ങളല്ല എന്ന് പറഞ്ഞു. നിർജ്ജീവമായത് തലയിൽ കയറ്റി വെച്ച് നടക്കണവർ. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവർ. ഞാനെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അന്നേ തൊട്ട് എവിടെയാണെങ്കിലും എനിക്ക് മനസ്സിലാവും എവിടെ എന്തൊക്കെ കാര്യം, ആരൊക്കെ മുരളി ഏത് ബിൽഡിങ്ങിലാണ്, ഏത് കമ്പനിയിലാണ്, ഏത് പണ്ടാരം പഠിച്ച എവിടെയാണ്, ഏത് എൻ്റർപ്രൈസാണ്, എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഏത് ഓഫീസ് കമ്പനിയാണ്, ഏത് വീടാണ്, എവിടെ എന്ത് ചെയ്യണോ എന്നൊക്കെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാവണം നിങ്ങൾക്ക് ഏത് കമ്പനി ആരാണ് നീങ്ങണേ, ആരെ സ്പീഡോടെ പോണേ, ആരുടെ ജോലി മതിയാക്കി പോണേ, എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്നിട്ട്. മനസ്സിലാവണ്ട? നീ അധികം എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. നീ ആദ്യം നന്നാവ്, എന്നിട്ട് എന്നെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെ എന്ത് പറയാമെന്ന് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ മുഷിപ്പിക്കാൻ വന്നില്ലെങ്കിൽ അത് എൻ്റെ മര്യാദ. നിങ്ങൾ എന്നെ മുഷിപ്പിക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്, വിഡിത്താണ്. മര്യാദയ്ക്കായിരുന്നു കൂട്ടി വാങ്ങാണ്ട് ഷാജിയുടെ പേരെ പാലിസ് ആവാതിരിക്കാൻ നോക്കിക്കോളാം. ഞാൻ അവരെ ആവശ്യപ്പെടാണ്ട് വരെ തന്നെ സ്തുതിക്കാൻ പ്രാർത്ഥിക്കാൻ സമയം പോകണ്ട. അത് അവർ ഹോസ്പിറ്റലായതുകൊണ്ട് പോകണ്ട. അതെന്തെങ്കിലും അവരെ ആവശ്യപ്പെടാണ്ട്, അതും നിങ്ങളുടെ തെറ്റ്. നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റണല്ലേ? നിങ്ങളുടെ വെഡ്ഡി ഹുങ്കില് കടുംപിടുത്തം, വെഡ്ഡി ശാഠ്യം, ദുശാഠ്യം അതൊന്നും വേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ഞാൻ നല്ല പ്ലസൻ്റായിട്ട് പറയണേ, സന്തോഷമായിട്ട് ക്രിസ്ത്യാനിറ്റി രീതിയിൽ. അതാണ് നിങ്ങളുടെ ഹിന്ദു രീതിയിലൊന്നും ഞാൻ ഇവിടെ പറയണല്ലേ. മുസ്ലിം മലയാളികൾ വരെ തോമസ് വരെ അരമായിക്കുന്ന ഇവിടെ ഫുള്ളും മലയാളികളോട്, തൃശ്ശൂരും കൊച്ചിയിലുള്ളവരുടെ എല്ലാ പഴയ വൈറ്റ് ഡ്രസ്സ് ഇട്ട് നടക്കുന്നവരോട്, അവരുടെ ഡ്രസ്സ് ഇട്ട് വന്നവരൊക്കെ ഫുൾ അവർ റോമൻ ഡ്രസ്സിൽ കളർ കൊടുത്തതാണ്. അവർ നല്ല വേറെ ടൈപ്പ് ഡ്രസ്സ് മങ്ങിയ കളറാണ്. അപ്പോൾ ഇവിടെ മലയാളം തന്നെയാണ് ഇവിടെ ഏറ്റവും കൊച്ചിയും എല്ലായിടത്തും ഇവിടെ തന്നെ പറഞ്ഞു തന്നത് മലയാളത്തിൽ തന്നെ അവർ പറഞ്ഞത്. അപ്പോൾ ആ ടൈപ്പിലുള്ള ലാംഗ്വേജ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയുടെ സൗണ്ട് ഡബ്ബിങ് കണ്ടിട്ടില്ലേ? ആ ടൈപ്പിലുള്ള വേർഡ്സ് തന്നെ ഉപയോഗിക്കുന്നത്. അല്ല മുസ്ലിംസ് ആയിരുന്നെങ്കിൽ എന്താ പറയുക? മുസ്ലിംസിലെ ഇങ്ങനെ ബെരീൻ മോനി ഇങ്ങനെ ബെരീൻ മറ്റു വാപ്പാക്കി ഇങ്ങനെ കൊണ്ടുവേരെ ഇങ്ങനെയൊക്കെ പറയുന്നതല്ല ഞാൻ പറയുന്നത്. നീ വേറെ വല്ല വെഡ്ഡികളെ സ്വപ്നം കൊണ്ടിരുന്നാൽ എല്ലാ തെറ്റും നിന്റെ മരവിച്ച തലയിൽ കയറ്റിക്കേണ്ടി വരും. നിർജ്ജീവമായത് അത് മാറാൻ തയ്യാറല്ലെങ്കിൽ നീ തന്നെ ആയിരുന്നു കുട്ടിയാവും. ഇതിവിടെ പറയിപ്പിക്കാണ്ട പറയണേ. അതുപോലെ എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ വരണം. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, ശോഷിച്ച വാക്കുകൾ പറയാണ്ട് ലാസ്റ്റ് നിർത്താം, ശോഷിച്ച കാര്യങ്ങൾ കഴിക്കാണ്ട് എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ് സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിൻ്റെ ഉൾബടി എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നതാണ്. അത് ലാസ്റ്റ് വരെ നിൽക്കുന്നത് യേശുയുടെ വരവ് സീക്രട്ടായിരിക്കില്ലേ. കുറേ പേർക്ക് അത് നിരാകരിച്ച് കളയുന്നു. അത് മെറ്റീരിയലിസ്റ്റിക്, തലയ്ക്ക് വിവരമില്ലാത്തവർ, നശ്വരത്തിനെ
നിർജ്ജീവമായത് തലയിൽ കയറ്റി പക്കത്ത് വയ്ക്കണവർ, ശരിക്കുള്ളതിനെ കൈവെടിയും. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞേ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ, സേവിങ് ആണ് 10 ലക്ഷം 20 ലക്ഷം സേവിങ് ആണെങ്കിൽ 6500 മന്ത്ലി ഇൻട്രസ്റ്റ് ആണെങ്കിൽ തട്ടിമുട്ടി പഠിപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. ഏഷ്യ വൈരാഗ്യം ഒന്നും അതിലില്ല. ഭക്ഷണം ഉണ്ടാക്കുക, ഷോപ്പിംഗ് ചെയ്യുക, ഫുഡിങ് ചെയ്യുക, സ്കൂളിംഗ് എല്ലാം ചെയ്ത് പിന്നെ അവർ 17 18 19 20 വയസ്സ് 21 വയസ്സാകുമ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുക. 60,000 രൂപയ്ക്ക് മാസം ശമ്പളം കിട്ടണം. രണ്ട് വർഷം സ്വരൂപിച്ച് വെച്ചിട്ട് അവരുടെ കണക്ഷൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. AI ജോബ് കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തിട്ട് AI ജോബ്, ഡിജിറ്റൽ ജോബ്, ആനിമേഷൻ ജോബ് കിട്ടും. അതും സ്വരൂപിച്ച് കാശുകൊണ്ട് പാർട്ട് ടൈം സ്റ്റഡി ചെയ്യുക. വേറെ ചെയ്യണമെങ്കിൽ വലിയ ജോലി കണ്ടുപിടിക്കുക 23 വയസ്സിൽ. പിന്നെ വിവാഹത്തിൻ്റെ ഉടമ്പടി ഇല്ലാണ്ട് അവർ തന്നെ റെൻ്റ് എടുത്ത് വീട് താമസിക്കുക, ജോലിയുള്ള പെണ്ണുങ്ങളെ കഴിക്കുക, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് താമസിക്കുക, റെൻ്റ് എടുത്ത് താമസിക്കുക. അവരുടെ കാശിന് പ്രതീക്ഷിക്കണല്ലേ ഞാൻ. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോഴാണ് ഒരു ഫുൾ നിലനിന്ന് പോയതിൻ്റെ ഒരു അധിഷ്ഠമായി നിൽക്കണ കാര്യം വരുന്നത്. അവിടെ തമ്മിൽ കൊല്ലിച്ചു, പുനർജന്മം ഇല്ല, ഞങ്ങൾ മിഥ്യാധാരണം വിചാരിച്ചിരുന്നു, ഞങ്ങൾ തെറ്റിനെ ഫോളോ ചെയ്തു, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. തമ്മിൽ കൊല്ലിച്ച് നടന്നു. BJP ആയിട്ട് ഞങ്ങൾ BJPക്കാരെ തന്നെ തമ്മിൽ കൊല്ലിച്ച് നടന്നു. എന്നിട്ട് ആ CPIയുടെ തലേക്ക് വയ്ക്കും. CPI സെഗ്യുവര അത് ഡ്രഗ് അടിച്ച് നടക്കുന്ന വേറെ ഐറ്റം. ഹിന്ദി കുട്ടകൾ പലരും BJP ഉണ്ട്, അവർ തമ്മിൽ കൊല്ലിച്ചു. എന്നിട്ട് പറയും CPIക്കാരെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്തൊരു ബോധലമേടാ. എന്നിട്ട് അവരുടെ വേശ്യസ്ത്രീകൾ മൊത്തം വേശ്യയായിട്ട് അവരുടെ ഫ്ലാറ്റും കൈകലാക്കും, അവരുടെ സ്വത്തും കൈകലാക്കും, ഭർത്താവിൻ്റെ സ്വത്ത് കൈകലാക്കും. പിന്നെ കുറച്ച് അക്കൗണ്ടിന് സമം. BJPക്കാരെ കൊല്ലും. ഏഷ്യൻ വൈരാഗ്യം ഡ്രഗ് അടിച്ചിട്ട്. അതിന് ദൈവങ്ങളെന്ന് പറയാൻ പറ്റില്ല, പറയല്ല, ദൈവമല്ല അത്. എന്നിട്ട് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടന്നിട്ട് അത് CPI ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരുടെ തലകയറ്റിക്കും. എന്നിട്ട് CPI, എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ട് CPI എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് അടിച്ച് ചെഗുവേര എന്ന് പറയുന്നത് മൊത്തം ചെഗുവേരയും CPI മാർക്സിസ്റ്റും എല്ലാം ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ് താടി വെച്ചിട്ട്. എന്നിട്ട് ഇസ്രായേലിൽ നിന്ന് മാറിയവരാണ് അവർ, അല്ലേ? യഹൂദിയനാണ് കാറൽ മാർക്സ്, അല്ലേ? പക്ഷെ അവർ ഡ്രഗ് അടിച്ച് നടന്നവരും വേറെ ടൈപ്പ്. ഇതൊക്കെ എനിക്കറിയാം. ഇവിടെ ആരും എന്നോട് പറയിപ്പിക്കാനില്ലല്ലോ. എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ലേ? ചത്തുപോയ BJPക്കാരോട് ഇട്ടിട്ട് സജിലേഷൻ എന്നോട് പറയിപ്പിച്ചിട്ടില്ലേ? ഞാൻ BJP ആണെന്ന് നീ വിചാരിക്കും വേണ്ട. അപ്പോൾ ഡ്രഗ് പിടികളല്ല ഞാൻ. ഡ്രഗ് അടിച്ച് കൊടുത്ത് നടന്ന് തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് BJPക്കാർ തമ്മിൽ കൊല്ലിച്ചിട്ട് BJPക്കാരെ കൊന്നത് CPIക്കാരാന്ന് പറഞ്ഞിട്ട് CPIക്കാരെ കൊല്ലും, തമ്മിൽ കൊല്ലിച്ച് ജയിലോ. എന്തൊരു ഗോഷ്ടികളടക്കി കാണിച്ചോണ്ടിരിക്കണം നീ. അതിൽ ഊമകൾ പറയുമോ? തല പൊതിച്ച് നടക്കാതെ ഗുഡ് കഴിച്ച് നടക്കുന്ന ഹിന്ദീസ് പറയോ? ഹിന്ദുസ് പറയോ? അത് പെണ്ണുങ്ങൾ ശിഖണ്ഡികൾ പറയോ? എടാ, നിന്റെ തെറ്റാന്ന് നിങ്ങൾ മനസ്സിലായി. എന്നിട്ടും ആ വെടിത്തത്തിൽ ഉരുണ്ട് കളിച്ച് വല്ല ശരിക്കുള്ളതല്ലാത്തവരിത് പറയൂ. എടാ, നിന്റെ ഹിന്ദു ആണോ ഞാൻ? തമ്മിൽ സജിലേഷൻ്റെ പോലെ BJPയിലാണോ ഞാൻ പെടുന്നത്? BJP തമ്മിൽ കൊല്ലിച്ച് നടക്കാൻ സജിലേഷൻ, അതാണോ ഞാൻ? എടാ, BJP എന്ന് പറഞ്ഞാൽ പൊട്ട തെറ്റാണ്. നീ ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ? ഡ്രഗ് അടിച്ച് നടക്കണ, റേപ്പ് ചെയ്യണവര്, ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് കിടക്കണവര്, എന്നിട്ട് ഒരു തരം വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് തെറ്റിൽ ഉരുണ്ട് കളിച്ച് അവരുടെ വളിവെട്ട മോന്ത ഇങ്ങനെ പ്രതിഫലിക്കും. പെട്ടത്തലയും കൊടവയറും. ഞാൻ പറയാം, എനിക്ക് ഇവരെ കണ്ടിട്ട് പരിചയം കൂടി ഇല്ലാന്ന് പറയാം. എടാ, ഹിന്ദി കുട്ടിക്കല്ല BJPയിൽ അധികം. ഹിന്ദി മലയാളി പാൻപരാഗ്, മലയാളി ചുണ്ണാമ്പ്, ഹിന്ദുസ് മൊത്തം വേസ്റ്റ് റിലീജിയൻ ചെയ്ത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. എന്നിട്ട് നാണാവില്ലേ? മുഷിയാണ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് നിന്നൊക്കെ ചികിത്സിക്കുന്ന ഡ്രഗ് അഡിക്ട്സ് BJPകളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഡ്രഗ് അഡിക്ട്സ് ആണ്. മനസ്സിലാണോ നിങ്ങൾക്ക്? വീട്ടിലൊക്കെ പാത്ത് പതിക്കുക എന്താ ചെയ്യണം നോക്കി. കുളിക്കും കൂടിയില്ല അവർ. സെൻറ്റ് പൂശി വരും. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും. ഇതൊക്കെ ശരിക്കുള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. നിന്നെ BJPക്കാരെ ചികിത്സിക്കണ BJP ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സ്, അവർ വരെ ഡ്രഗ് അഡിക്റ്റിന് അടിമയാണ്. അവർ പിന്നെ പേഷ്യൻസിനെ ചികിത്സിച്ചിട്ട് കാര്യം? പല BJPയും ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കണവരില്ലേ, ജയിലാവണവർ. BJPക്കാർ തമ്മിൽ കൊല്ലിച്ച് CPIയുടെ തല കയറ്റിച്ചിട്ട് CPIക്കാർ പലരും ഡ്രഗ് അടിച്ച് നടക്കുന്നവരുണ്ട്. ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. ബോധത്തോടെ സംസാരിക്കില്ല. ശരിക്കുള്ള പെന്തക്കോസ്റ്റ് ക്രിസ്ത്യാനിറ്റി, യഹൂദി ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അവർക്ക് അറിയില്ല. എന്നിട്ട് വിവരമില്ലായ്മ കൃത്രിമമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് വിഡിത്തത്തിന് കൃത്രിമ മെറ്റീരിയലിസ്റ്റിക്കിന് വേണ്ടി കൈയടിച്ചിട്ട് ഡ്രഗ് അടിച്ച് പറയിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് പറയുന്നതാണോ എന്ന് ഉള്ള ബോധമില്ല. സ്വന്തമായിട്ട് പറയുന്നതല്ല. എന്നിട്ട് ഡ്രഗ് അടിച്ച് നടന്ന് എന്നിട്ട് അവരുടെ പോലെയാണ് ശരിക്കുള്ളതെന്ന് വിചാരിച്ചിരിക്കും. നീ മഞ്ഞയാണെങ്കിൽ ഞാൻ മഞ്ഞാവണമെന്നുണ്ടാ?
എന്നിട്ട് എല്ലാം മറന്ന് വിഡ്ഢികളുടെ പോലെ ഡ്രഗ് അടിച്ച് ഒരു ഒന്നത്തിൽ അധിഷ്ഠമായി നിൽക്കാറിയില്ല. ഇതന്നെ സെയിം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രഗ് അഡിക്ട്സിൻ്റെ കോണത്തെ ശബ്ദങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. അത് ഞാൻ കേൾക്കണമില്ല, അതിന് ഡിപ്പെൻഡ് ചെയ്യണമില്ല. തലയ്ക്ക് സുഖമില്ലാത്തവരാണ് ഈ ബി ജെ പിയും തീട്ട ബി ജെ പിയും CPIയും ഹിന്ദു മുസ്ലിം റോം കാത്തലിക്കും ഇവർ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഡ്രഗ് അഡിക്ഷന് അടിമത്തത്തിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവരും ഇവരെയും വിഡിത്തം ഇങ്ങനെ മുരളി അവസാനം കട്ട നോക്കിയിരുന്നോ, എന്തെങ്കിലും ഒരു രീതിയിൽ പാരലിസിസ് ഏതോ രീതിയിലായിരുന്നു കുട്ടിച്ചാവും. എന്നിട്ട് പറയും അവർ ചെയ്തത് മൊത്തം ശരിയാണ്. പുനർജന്മം ഒന്നും ഇല്ലാന്ന് പിന്നെയും പറഞ്ഞു തന്നിട്ടും വീണ്ടും ആ നിർജീവമായത് തലയിൽ കയറ്റി വെച്ച്, നിർജീവം എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ഭയങ്കര ഭംഗിയുള്ള വാക്കാണോ? നിർജീവമായത് എന്ന് പറഞ്ഞാൽ ലൈഫ്ലെസ് ആയ തലയിൽ കയറ്റി വെച്ച് ഡ്രഗ് അഡിക്ട്സ് പറയുന്നത് മാത്രം അവരുടെ തലയിൽ കയറുള്ളൂ. എന്നിട്ട് അതാ പിടിച്ച് നിൽക്കുന്നത് വിചാരിക്കും. ഫ്രോഡ് സർട്ടിഫിക്കറ്റ്, ഫ്രോഡ് ജോലി ചെയ്യണവർ, ഏതോ വൃത്തികെട്ട ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് നിരങ്ങി നീങ്ങിയവർക്ക് അതാ ശരിയെന്ന് വിചാരിച്ച് നടക്കും. എന്നിട്ട് റേപ്പിസ്റ്റുകളെ വരെ അവർ സപ്പോർട്ട് ചെയ്യും. റേപ്പിസ്റ്റുകളെ വരെ സപ്പോർട്ട് ചെയ്തിട്ട് ചില റേപ്പിസ്റ്റുകൾ തൂങ്ങി ചത്താലും പറയും, അവർ പറയും റേപ്പിസ്റ്റ് തൂങ്ങി ചത്തത് അവർ ധൈര്യമാണെന്ന് പറയും. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് തൂങ്ങി ചത്ത് കഴിഞ്ഞാൽ അത് ധൈര്യമാണോ? കണ്ടില്ലേ, ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു രീതിയിൽ പറയാം. കാറൽ മാർക്സ് ജൂവിഷാണ്. ജൂവിഷ് രീതിയിലുള്ള വസ്ത്രധാരണോ ജൂവിഷ് രീതിയിലുള്ള ഒരു തരം താടി മുടി പെട്ടതലയൊക്കെയാണ് അയാൾക്കുള്ളത്. അയാളുടെ കാറൽ മാർക്സ് കമ്മ്യൂണിറ്റി മാർക്സിസ്റ്റ് തന്നെയാണ്. ഈ ചെഗുവേരയും ഡ്രഗ് അഡിക്ട്സിൻ്റെയും ഇത് കേരളത്തിൽ വന്നത് മൊത്തം വേസ്റ്റാണ്. പിന്നെ അയാൾ ക്രിസ്ത്യാനിറ്റിയിലാണ് ബാപ്റ്റിസം ചെയ്തത്. റോമൻ കാത്തലിക് ആവാൻ മിക്കവാറും, പെന്തക്കോസ്തല്ല. അപ്പോൾ അയാൾ പിന്നെ ദൈവവിശ്വാസം ഇല്ലാണ്ടായി. അയാൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അതെയിസ്റ്റാണ്. ജീവനുള്ള ദൈവത്തിൽ വിശ്വാസമില്ല. ഡ്രഗ് അടിച്ച് നശ്വരമായത് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടം. മനസ്സിലായ? ഇത് നേരെ വിപരീത. ഞാൻ പറയുന്നത് ശരി ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണം. എന്നിട്ട് ഇയാൾ എന്താ ചെയ്തത്? ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ദൈവവിശ്വാസം ഇല്ലാണ്ട് ഓരോന്നും തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് അതാണ് അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത്. അറിയാലോ, നിർജീവമായത്, നശ്വരമായത്. എന്നിട്ട് റഷ്യയിലാണോ എവിടെയാണോ അയാൾ പോയതെന്ന് അറിയില്ല. അയാളുടെ യഹൂദിയ ഫാമിലീനെ അയാൾക്ക് ക്രിസ്ത്യാനിറ്റിനോടൊക്കെ ദേഷ്യമായി. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ, തമ്മിൽ കൊല്ലിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ധൈര്യമാവില്ല. അത് പിടിച്ച് നിൽക്കുന്നതല്ല. ധൈര്യമായിട്ട് നിൽക്കുന്നത് പറയുന്നത് ഹിന്ദി ഗുട്കകൾ വരെ മാർക്സിസ്റ്റാണ്. ഹിന്ദി ഗുട്കകൾ, BJP ഇതെല്ലാം തമ്മിൽ കൊല്ലിച്ചിട്ട് വേറെ എല്ലാവരുടെയും തലയ്ക്ക് കെട്ടി വയ്ക്കുന്നത് അത് ഡ്രഗ് അഡിക്റ്റിന് സമമാണ്. ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് ചെയ്യുന്നതാണ്. ബോധമില്ലാണ്ട് ചെയ്യുന്നത് ഒരിക്കലും ജയിക്കാനും പോകണില്ല. മനസ്സിലാവുണ്ടോ? എന്താണെന്ന് വെച്ചാൽ ഈ BJPക്കാരും CPIയും ഡ്രഗ് അഡിക്ട്സ് നടന്നിട്ട് അവർ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഡ്രഗ് അഡിക്ട്സ് ആണ്. എന്നിട്ട് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞിട്ട് തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇരന്ന് കൂട്ടി ചത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അത് പിടിച്ചിക്കലായിരുന്നില്ല എന്ന്. ആത്മഹത്യക്ക് തമ്മിൽ പ്രേരിപ്പിച്ചിട്ട് ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കും അഡോൾഫ് ഹിറ്റ്ലറും റോമൻ കാത്തലിക് ബാപ്റ്റിസം അല്ല. പെന്തകോസ്ത് ക്രിസ്ത്യാനി, യഹൂദി ക്രിസ്ത്യാനി മുങ്ങി നിവരണം. ബാക്കോട്ട് അല്ലെങ്കിൽ മുങ്ങി നിവർ താഴ്ന്നത് ഫുള്ളായിട്ട് മുങ്ങി വെള്ളത്തിൽ ഒരു അറിവിൻ്റെ തികവിൽ മുങ്ങി നിവരുന്നതാണ്. അത് 4 മാസമുള്ള കുട്ടിക്ക് തലയിൽ മൂത്രം ഒഴിക്കണ പോലെ വെള്ളം ഒഴിക്കുന്നതല്ല. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പാതിരികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യം എന്താ? അവരോട് ഫോട്ടോ എടുത്തിട്ട്. അപ്പോൾ അതിനെയാണ് അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ല ചെയ്തത്, പറഞ്ഞതിന് വിപരീതമാണ് ചെയ്തത് അല്ലേ? അപ്പോൾ അതിനുള്ളതാണ് വരുന്നത് അല്ലേ? കാറൽ മാർക്സ് വരെ റോമൻ കാത്തലിക് ബാപ്റ്റിസം ചെയ്തിട്ട് ഈ CPIയും ചെഗുവേരയും ബാക്കി മാർക്സിസ്റ്റും എല്ലാം കൂടി കയറ്റി വെച്ചിട്ട് ഡ്രഗ് അടിച്ചിട്ട് അയാൾക്ക് ദൈവത്തോട് വെറുപ്പായി. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു വലിയ അന്തരാത്മയാണ്, ഒരു ഒമിനിഷ്യൻ്റ് ഗോഡ് ഉണ്ടെന്നുള്ള പ്രൊസസ് കൊണ്ട് അയാൾക്ക് ഒരു തരം ഈ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ടേ അത്തൈസ്റ്റായിട്ട് ഒരു തരം അയാൾക്ക് വരെ ഒരു തരം പുനർജന്മമില്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാറിയാം. അഡോൾഫ് ഹിറ്റ്ലർ പ്രത്യേകിച്ച് എല്ലാം വെടുത്താന്ന് മനസ്സിലാക്കിയിട്ടും ആ തെറ്റിലിനെ ഉരുണ്ട് കളിച്ച് ഡ്രഗ് അടിച്ച് നടന്നവർ. അങ്ങനെ പലതും ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ യഹൂദിയ ക്രിസ്ത്യാനികൾ ഇപ്പം കുറേ ഉണ്ട് ബാപ്റ്റിസ്റ്റ് ചെയ്യണവർ, അത് വേറെ പെന്തകോസ്ത് ക്രിസ്ത്യൻസ് പോലെ. അപ്പം നിങ്ങൾ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് വിപരീതം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ
അതാ പറഞ്ഞേ, ഈ കണ്ടാൽ മനസ്സിലാക്കില്ല. സാധാ രീതിയിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ടിട്ട് ഒരു 8-9 മണിക്കൂർ പുലർച്ചെ വരെ വാതിൽ തുറന്നിട്ടാലും അപ്പം അവർക്ക് സംസാരിക്കാൻ അറിയില്ല. യേശുയുടെ സമയത്ത് അത് പറഞ്ഞു, യേശു ഞാൻ എവിടെയൊക്കെ ഉണ്ടായിരുന്നു നിന്നോട് സംസാരിച്ചിരുന്നു, അപ്പം നിങ്ങളൊന്നും ചോദ്യം ചോദിക്കാനും പറയാനും വന്നില്ലല്ലോ എന്ന്. ബെല്ലടിച്ച് മുഷിപ്പിച്ചേ തീരൂ. ഞാൻ ബെല്ലടിച്ച് മുഷിപ്പിച്ച് നിങ്ങൾ തുറക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ മുഷിപ്പിക്കാൻ വരണമല്ല, എല്ലാവരും ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്തത് ഫോണിൽ സംസാരിക്കണതിനെ കുറിച്ച് വരെ ചോദിക്കും. ഫോണിൽ സംസാരിക്കണവർ നിങ്ങൾ ഫോണിൽ എന്തൊക്കെ വൃത്തികൾ പറയണോ, വാട്സാപ്പിൽ എന്തൊക്കെ മെസ്സേജ്, അതിനൊക്കെ കുറിച്ച് ഞാൻ നിങ്ങളെ ഒളി നോക്കി നിങ്ങൾ എന്നെ ഒളി നോക്കണ പോലെ എന്നെ ഒളി നോക്കി ഞാൻ ഇരിക്കണ്ട അവിടെ. അതേപോലെ ഒരു ശ്രദ്ധാകേന്ദ്രം വേറെടുത്ത പോണത്. എനിക്ക് ഡാഡി അത് പറഞ്ഞത്, ഇവന് ഇത് കൊടുക്കേണ്ട കാര്യമില്ല, ഇവനെല്ലാം മനസ്സിലാവുമെന്ന് ആരായാലും പറയും. ഇപ്പോൾ ആരെങ്കിലും വലിയ ഡയലോഗ് പറയണ്ടെങ്കിലും, എടാ നിനക്ക് നിനക്കെല്ലാം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, നീ മിണ്ടാണ്ടിരുന്ന് അത് നിൻ്റെ ഒരു തികവെത്തുമ്പോൾ നീ അത് പുറത്തേക്ക് എടുക്കുമെന്ന് അറിയാം, നീ തികവെത്തുമ്പോൾ പുറത്തേക്ക് എടുക്കുമെന്ന് അറിയാം, നിനക്കെല്ലാം അറിയാം, അടിമത്തത്തിന് പുറന്തള്ളി തുള്ളി ചാടിപ്പിച്ചതല്ലേ, അപ്പോൾ അതൊരു സമയം വരുമ്പോൾ കൈവരിക്കുമെന്ന് അറിയാം, കുറച്ച് വൈകിട്ടാണെങ്കിലും അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവൻ ശ്രദ്ധാകേന്ദ്രം ഇങ്ങോട്ടാണ്. ശ്രദ്ധാകേന്ദ്രം ഇങ്ങോട്ടുള്ളത് ഇവൻ ഇവിടെ ഒളിഞ്ഞ് നോക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യണം, എനിക്ക് നിങ്ങൾ പറയത്ത് തിരിയണല്ലേ ഹിന്ദി എന്തോന്നും. അതുകൊണ്ട് ഞാൻ വളച്ചൊടിച്ച് പല രീതിയിലും സംസാരിക്കും. ചിലപ്പോൾ ഉരുണ്ട് നിങ്ങളുടെ പോലെ തെറ്റിലുരുണ്ട് കളിക്കണല്ലേ, പക്ഷെ നിലത്ത് ഉരുണ്ട് ചിലപ്പോൾ ഞാൻ സംസാരിക്കും. എന്നുവെച്ചാൽ ഞാൻ ബോധത്തോടെ സംസാരിക്കണേ, മനസ്സിലായി. നിങ്ങളെ പോലെ ബോധമില്ലാണ്ട് ഗുഡ് കഴിച്ച് നടക്കണ പഴകിയതല്ല എൻ്റെത്. ഡ്രഗ് അടിച്ച് കൊല്ലിക്കുന്നത് പിടിച്ചുക്കളുടെ ധരിപ്പിക്കലും. അപ്പോൾ ഞാൻ പല രീതിയിലും വളച്ചെടുത്ത് സംസാരിക്കാനും അറിയാം. ആ ഒരു പ്രയത്നിക്കാനുള്ള അധിഷ്ഠിതമായി നിൽക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പ്രയത്നിക്കും. ബോധത്തോടെ ചെയ്യുന്നതും അങ്ങനെയാണ്. ഉറക്കത്തിന് പിന്നോക്കാവുന്നതും ദേഷ്യത്തിന് പിന്നോക്കാവുന്നതും അങ്ങനെയാണ്. പ്ലസൻനെസ് അനുസരിച്ച് സംസാരിക്കുക. അല്ലാണ്ട് കള്ളുടിച്ച ആളെയും കള്ളുടിച്ച മുഹമ്മദും കള്ളുടിച്ചിട്ട് കിടക്കുന്ന മണ്ട ശിവനും ചെഗുവേറയും കാറൽ മാർക്സ് അല്ല. ദൈവവിശ്വാസം ഇല്ലാത്തവരെല്ലാം ഇവിടെ വരുന്നത്. ഗുഡ്ക കഴിച്ച് നടക്കുന്നവർക്ക് ഈ വീട്ടിൽ അനുവാദം അല്ലെങ്കിൽ അത് തന്നെയാണ്. തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്ന വ്യത്യാസമുണ്ട്. അത് വേറെ പങ്കുവയ്ക്കലാണ്, അത് വേറെ രീതിയിലാണ് പോണത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾ കുടിച്ചിട്ട് കടിച്ച് നടക്കല്ലേ, അപ്പോൾ അതാണ് വിചാരിക്കും. ബി ജെ പിക്കാരെ കൊന്നിട്ട് CPIയുടെ തലകേറ്റിരിക്കുന്നത് അതാണ് വിചാരിക്കും പിടിച്ചക്കൽ. ഇതല്ല, നിലനിന്ന് അധിഷ്ഠിതമായി പോകുന്നത് വ്യത്യാസമുണ്ട്. അന്നേ തൊട്ടുള്ളത് BC 2500 3000 BCയും അത് കഴിഞ്ഞ് 2000 വർഷം തീർന്ന് ADയും യേശുവ ജനിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത 2000 വർഷം ഇവിടെ തീർന്നിട്ടാണ് 20th സെഞ്ച്വറിയിൽ നിന്ന് 21st സെഞ്ച്വറിക്ക് കടന്നത്. അതായത് 2000 കടന്നത്, മിലേനിയം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. 100 വർഷം, 1000 കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞ് 2000 വർഷം തീർന്നു. അപ്പോൾ ഒന്ന് സാധാ രീതിയിൽ ഇവിടെ സാധാ ഇവിടെ നിന്ന് അവിടെ പറയാൻ പറ്റില്ല ഒന്നും. പിന്നെയാണ് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ മുഷിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മുഷിപ്പിക്കേണ്ട രീതിയിലൊന്നും പറയാനും പോകണില്ലേ. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ മടുപ്പിക്കണ രീതിയിൽ ഒന്നും തുറന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ അറിവില്ലായ്മയിൽ മുഴുകിയിരുന്ന വീണ്ടും ആ വളു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാനും അവിടെ കുടിച്ചിട്ടാക്കി നടക്കാൻ മുകളിലെ നിങ്ങൾ കുടിച്ചിട്ടാക്കി നടന്ന പാരലിക്സ് ആവാണ്ടിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചോ തന്നെ സ്വയം.